ഹൈ ഓൾ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു നിഹാൽസ് പെർസ്പെക്റ്റീവ്. നിഹാൽ പെർസ്പെക്റ്റീവ് എന്ന എൻ്റെ ഒരു പുതിയ യൂട്യൂബ് ചാനലാണിത്. എൻ്റെ പെർസ്പെക്റ്റീവിൽ എൻ്റെ ചില തോട്ട്സ് ആൻഡ് എൻ്റെ ചില വ്യൂ പോയിന്റ്സ് ഒക്കെ നിങ്ങളുമായി ഷെയർ ചെയ്യുക. ആൻഡ് ഈ ഒരു പെർസ്പെക്റ്റീവ് ടോക്കിലൂടെ പല ആളുകളെയും ഇവിടെ കൊണ്ടുവന്ന് അവരുടെ ചില പെർസ്പെക്റ്റീവുകൾ നിങ്ങളുമായി ഷെയർ ചെയ്യുക എന്നൊക്കെയാണ് ഈ ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഒരു മോട്ടീവ് എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ആദ്യമായി കാണുമെന്ന് ജസ്റ്റ് ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്കും തരാം. ആൻഡ് ഇത് നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡാണ്. അതുകൊണ്ട് തന്നെ ആരെ ഈ ഒരു പോഡ്കാസ്റ്റിലേക്ക് ഫസ്റ്റ് സെലക്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ആരുടെ പെർസ്പെക്റ്റീവ് ആണ് ഷെയർ ചെയ്യേണ്ടത് ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് ഫസ്റ്റ് അല്ലെങ്കിൽ എനിക്ക് വിത്തൗട്ട് എനി ഡൗട്ട് ഞാൻ സെലക്ട് ചെയ്തൊരു പേര്, അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട അറൌണ്ട് 85 lakhs 85 ലക്ഷത്തോളം അധികം ആളുകൾ കണ്ട, അല്ലെങ്കിൽ അത്രത്തോളം ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിച്ച, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സെർച്ച് ചെയ്യുന്ന ആരാണ് ഈ വ്യക്തി, ഈ ഒരു ആൾ ആര് എന്ന് കൂടുതൽ അറിയപ്പെടാൻ അല്ലെങ്കിൽ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു ഇൻഡിവിജ്വൽ ആൻഡ് എസ്പെഷ്യലി മൈ ഫ്രണ്ട് ആൻഡ് മൈ കൊളീഗ് ഐദയാണ് എൻ്റെ കൂടെ ഉള്ളത്. ഐദ, വെൽക്കം ടു നിഹാൽ പെർസ്പെക്റ്റീവ്. അത്രയും വലിയൊരു സ്വപ്നം ഉണ്ടായിട്ട് ഒരു രാത്രി നിനക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ കൺഗ്രാറ്റുലേഷൻസ്, നീ തോൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. എടാ, എല്ലാത്തിനും ആഗ്രഹങ്ങൾ ഭയങ്കര വലുതാ. നമുക്ക് നല്ല ടോപ്പർ ആവണം, നല്ല മാർക്ക് വാങ്ങിക്കണം, വലിയ കാശുകാരാവണം, നല്ല ബിസിനസ് ചെയ്യണം, വീട്ടുകാരെ റിട്ടയർ ചെയ്യിപ്പിക്കണം. എടാ, ഈ ആഗ്രഹങ്ങളൊക്കെ കയറിയിട്ട് ഡ്രൈവിംഗ് സീറ്റിലും അതിന് വേണ്ടിയുള്ള ഹാർഡ് വർക്ക് കയറിയിട്ട് ബാക്ക് സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് എങ്ങനെ ശരിയാവാം? അപ്പോൾ ഐദയെ പറ്റി ഇപ്പോൾ നിങ്ങൾ മെജോറിറ്റി ആളുകളും ഐദയുടെ വീഡിയോ ഇപ്പോൾ കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആളുകളും ഒരു തവണയെങ്കിലും ഈ വോയിസ് അല്ലെങ്കിൽ ഈ ശബ്ദം അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ തന്നെ പല സ്ഥലത്തും നമ്മളിങ്ങനെ വളരെ ചുമ്മാ ഇരിക്കുകയായിരിക്കും, നമ്മൾ ഏതെങ്കിലും ഒക്കേഷനിൽ പോകുമ്പോൾ തൊട്ടടുത്ത ആൾക്ക് ഈ സൗണ്ട് ഞാൻ ഇവിടെ കേട്ടല്ലോ, ഉണ്ടെങ്കിൽ ഐദയുടെ ഈ ഒരു മോട്ടിവേഷൻ വേറെ ഏതെങ്കിലും വീഡിയോന്റെ പിന്നെ സൗണ്ടായിട്ട് പ്ലേ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ വീഡിയോ ഷെയർ ചെയ്യുന്ന ആളുകളുണ്ട്. ഈ കുട്ടി പറയുന്ന കാര്യങ്ങൾ നോക്കി, അല്ലെങ്കിൽ ഇവർ ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഭയങ്കര നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നുണ്ട് അല്ലേ എന്ന രീതിയിൽ പല ആളുകളും നമുക്കറിയാം, നമ്മുടെ ഫ്രണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന ഒരാളെ പറ്റി മറ്റാൾ ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ നമ്മൾ പറയില്ല, ആ ഒരു ഫീൽ പേഴ്സണലി ഞാൻ ഫീൽ ചെയ്ത ഒരാളാണ്. ഇപ്പൊ ഞാൻ ഇതുപോലെ യൂട്യൂബ് ചാനൽ പണ്ട് നിഹാൽ പെർസ്പെക്റ്റീവ് യൂട്യൂബ് ചാനൽ പണ്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പൊ അത് പേഴ്സണലി നമ്മുടെ മെജോറിറ്റി ഓഡിയൻസ് സ്റ്റുഡന്റ് ആയപ്പോൾ അത് സ്റ്റുഡന്റ് റിലേറ്റഡ് ആയിപ്പോയി. അപ്പൊ അത് പിന്നെ ഞാൻ എന്ത് ചെയ്യണം, ഒരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങാം, അല്ലെങ്കിൽ നമ്മുടെ ഓഡിയൻസിന് കുറച്ചും കൂടി ജനറൽ കണ്ടന്റുകൾ ഷെയർ ചെയ്യാന്നുള്ളതിലാണ് ഒരു പുതിയ ചാനൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. സോ ഐദ, എന്തൊക്കെയാണ്, ഹൗ ഡു യു ഫീൽ നൗ? ഗുഡ്. ഞാൻ ആദ്യമായിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് പോഡ്കാസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നോർമലി നമ്മൾ എന്താ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ റീൽസ് ഇടാന്നല്ലാണ്ട് ഞാനിങ്ങനെ ഒരു പോഡ്കാസ്റ്റ് എക്സ്പീരിയൻസിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് സത്യം. ഇതൊരു നല്ല തുടക്കമാണ്. താങ്ക് യു. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ബേസിക്കലി ഈ മോട്ടിവേഷൻ പറഞ്ഞ സാധനമല്ലോ അല്ലെ, അപ്പൊ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കേൾക്കാൻ. പക്ഷെ അത് കേട്ട് ഒഴിവാക്കുന്നത് പോലെ തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ ഇത് ആളുകൾ കേൾക്കുമ്പോൾ എഫക്റ്റീവ് ആവുന്നു. എന്താണ് ഐദയുടെ ഒരു വീഡിയോ ആ മൊമെന്റ് ഓർമ്മയുണ്ടോ? ഫസ്റ്റ് വീഡിയോ പോസ്റ്റ് ചെയ്ത് ഫസ്റ്റ് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് എനിക്കൊന്ന് കുറെ മുമ്പാണ്. ഒരു കൈൻഡ് ഓഫ് കുറെ മുമ്പൊന്നും അല്ലെങ്കിലും ഒരു കൈൻഡ് ഓഫ് 5 months ബാക്ക്, ഡിസംബർ കഴിഞ്ഞ ഒരു ഡിസംബർ നവംബർ ആ ഒരു സമയത്താണെന്നാണ് എനിക്ക് തോന്നുന്നത്. 8.5 million സെർച്ച് വീഡിയോ ആണോ? ഇല്ല, അതല്ല, അതെന്റെ ഫസ്റ്റ് വീഡിയോ അല്ല, ശരിക്കും അതെന്റെ ഒരു 5th or 6th വീഡിയോ ആണ്. ഇത് ശരിക്കും ഞാൻ ആക്ച്വലി നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഫുൾ ലെങ്ത് വീഡിയോ ആണ് ശരിക്കും. അതൊരു 7 minute ഒരു മോട്ടിവേഷണൽ വീഡിയോ എന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ ഡിപ്പാർട്ട്മെന്റ് ശരിക്കും ഇവിടുത്തെ CBSE ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡാണ് ഞാൻ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തതായിരുന്നു ആക്ച്വലി. അപ്പോൾ അത് ഞാൻ വെറുതെ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ആരെങ്കിലും കണ്ടോട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ ജസ്റ്റ് അതിൻ്റെ അകത്ത് നിന്ന് ചെറിയൊരു ഷോർട്സ് എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ അതിന് നല്ലൊരു പോസിറ്റീവ് റിവ്യൂ കണ്ടപ്പോൾ ഐ തോട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളൊരു തോട്ട് വന്നുകൊണ്ട് ഐ തോട്ട് മേ ബി ഇതുപോലെ കുറച്ചുകൂടെ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ എൻ്റെ അടുത്ത് കുറേ റിക്വസ്റ്റ് ചെയ്യാൻ തുടങ്ങി, മിസ് ഇതുപോലെ കുറച്ചും കൂടെ ഇടുമെന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ ഞാൻ ചെയ്തപ്പോഴാണ് അങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതാണ് നമ്മൾ മറ്റേ 8.5 million അടിച്ചൊരു വീഡിയോ. ആ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ കുറേ ഫോളോവേഴ്സ് കയറിയതും കുറച്ചുകൂടെ ആൾക്കാരെങ്കിലും എവിടെയെങ്കിലും വെച്ച് പോയി നിങ്ങളാ മോട്ടിവേഷൻ വീഡിയോ ഇടുന്ന ആളല്ലേ എന്നൊക്കെ ചോദിക്കുന്ന രീതിയിലേക്ക് എത്തിയത്. ശരിക്കും നമുക്ക് എനിക്ക് തോന്നുന്നു 1 or 2 months 100K ഫോളോവേഴ്സിലേക്ക്. അത് ശരിയാണ്. അതെനിക്ക് തോന്നുന്നു നമ്മുടെ മാർച്ച് 1st അങ്ങനെയാണ് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ആ ഒരൊറ്റ വീഡിയോയിലാണ് എനിക്ക് കുറേ ഫോളോ. അപ്പം അന്ന് എന്നെ ഫോളോ ചെയ്യുമ്പോഴും എനിക്ക് കുറേ മെസ്സേജസ് വരുന്നുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ കുറേ മെസ്സേജസ് വരുന്നുണ്ട്. എനിക്കത് വായിക്കും, പക്ഷെ അതിന് റിപ്ലൈ കൊടുക്കാൻ എല്ലാ സമയത്തും എനിക്ക് പറ്റാറില്ല. അപ്പോൾ അങ്ങനെ എനിക്ക് കുറേ വന്നൊരു മെസ്സേജാണ്, പിന്നെ നിങ്ങൾ ആ ഒരൊറ്റ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഫോളോ ചെയ്തത്, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി ലൈക്ക് അത് ചെറിയൊരു ഇമ്പാക്റ്റ് എന്തായാലും ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളൊരു ഫീൽ എനിക്കുള്ളതുകൊണ്ടാണ് പിന്നെ ഞാൻ വീഡിയോ. ബേസിക്കലി ഇൻസ്റ്റാഗ്രാമിന്റെ ഒരു പ്രത്യേകത, അപ്പം നമ്മളെല്ലാവരും ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്ന ആളാണ്. നമ്മളൊരു അക്കൗണ്ട് ഫോളോ ചെയ്യണമെങ്കിൽ വി എക്സ്പെക്ട് മോർ ഫ്രം സെയിം കണ്ടന്റ്, അല്ലെങ്കിൽ ഇതുപോലെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഹെൽപ്ഫുൾ ആവുന്ന കണ്ടന്റ് വരും ഫ്രം ദാറ്റ് അക്കൗണ്ട്. അതാണ് നമ്മൾ ഇപ്പൊ നമ്മൾ വെറുതെ ഏതെങ്കിലും ചാനൽ നമ്മൾ ഫോളോ ചെയ്യും, ഒരിക്കലും നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഞാൻ ഇതിനെയാണ് ഫോളോ ചെയ്യുന്നത്. ഇതാണ് നമ്മളെ മെജോറിറ്റി നമ്മുടെ ഒരു മൈൻഡ് സെറ്റ്. അത് ഈവൺ ഒരു യൂട്യൂബ് ചാനൽ ആണെങ്കിലും നമ്മൾ അല്ലെങ്കിൽ ഒരു പേജ് ആണെങ്കിലും ഇത് നമ്മൾ ഫോളോ ചെയ്യുന്ന ആവശ്യം. പക്ഷെ നമുക്ക് അതാണ് ഞാനിപ്പോ എസ്പെഷ്യലി പറയാൻ കാരണം നമ്മളൊരു എത്ര ഫോളോവേഴ്സ് ആയി
127K. യെസ്, നമ്മളിപ്പോ വീഡിയോ എടുക്കുമ്പോൾ 127K ഫോളോവേഴ്സ്. 127K ഫോളോവേഴ്സ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, കൂടുതൽ സാധനം. അത് എനിക്ക് ഇവൻ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ട് പറയും എല്ലാ ദിവസവും ഇതുപോലെ ഓരോ വീഡിയോ ഇട്ടൂടെ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ ഭയങ്കര തിരക്കായിരുന്ന സാധനം. ഞാനൊരു ഫുൾ ടൈം എംപ്ലോയി ആണ്, അതുകൊണ്ട് തന്നെ. പക്ഷെ എന്റെ ഈ ക്വസ്റ്റ്യൻ അത് തന്നെയാണ്, വൈ പീപ്പിൾ ഡിമാൻഡ്, അവർക്ക് എന്താണ് ഈ മോട്ടിവേഷൻ വീഡിയോസ്? അങ്ങനെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനൊരു മോട്ടിവേഷൻ വീഡിയോ കണ്ടു, യെസ് ഞാൻ മോട്ടിവേറ്റ് ആയി, അപ്പൊ ഞാൻ എന്റെ അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് മോട്ടിവേറ്റ് ചെയ്ത് ഞാനത് ചെയ്തെന്ന് വിചാരിക്കാം. അങ്ങനെ ചെയ്യുന്ന ഒരാള് ദെൻ നെക്സ്റ്റ് ഒരു മോട്ടിവേഷൻ വീഡിയോന്റെ ആവശ്യമുണ്ടോ? നമ്മൾ ഒരു അസുഖം വരുന്നു, മരുന്ന് കുടിക്കുന്നു, അസുഖം മാറി. പക്ഷേ നമ്മൾ എന്തിനാ ആളുകൾ ഡിമാൻഡ് ചെയ്യുന്നത്? അത് അങ്ങനെയുള്ള ഒരു ആൾക്കാർക്ക് ഐ ഡോണ്ട് തിങ്ക് എല്ലാ ദിവസവും നമ്മൾ ഈ മോട്ടിവേഷൻ വീഡിയോ കാണാന്നുള്ളൊരു തോട്ടിലേക്ക് ആൾക്കാർ എത്തണം എന്ന് എനിക്കൊരു ആഗ്രഹമില്ല കേട്ടോ. അതായത് ഞാൻ തന്നെ ഇപ്പോൾ ഒരു മോട്ടിവേഷണൽ സ്പീക്കറാണ്, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ വീഡിയോസ് ഇടുന്നുണ്ടെന്നുണ്ടെങ്കിലും അത് എല്ലാ ദിവസവും ആൾക്കാർക്ക് ഇങ്ങനെ രാവിലെ എണീക്കുമ്പോൾ കേൾക്കാനുള്ള ഒരു സാധനം എന്നുള്ള രീതിയിലേക്ക് അത് മാറരുതെന്ന് എനിക്കൊരു നല്ല താല്പര്യമുണ്ട്. അതായത് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്രയാണ്, ഇപ്പം നമ്മളുടെ ഉള്ളിൽ ഇപ്പം എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ ആ വീഡിയോ കഴിഞ്ഞതിന് ശേഷവും അതിന് ശേഷമൊക്കെ എനിക്ക് ഇപ്പോഴും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ ഒരൊറ്റ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഇത് തുടങ്ങിയത്, അത് ചെയ്തത്, ഇത് ചെയ്തത്. അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അതായത് ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാമെന്ന് മാത്രമാണ് ഞാനും വിചാരിച്ചിട്ടുള്ളൂ. അതായത് ഇപ്പോൾ പല ആൾക്കാരുടെയും മനസ്സിൽ പല ഐഡിയാസ് ഉണ്ടാവും. അപ്പം എല്ലാവർക്കും വേണ്ടത് ഒരു എന്താ പറയുക, നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് കത്തിച്ചു കൊടുക്കാൻ പുഷ്. ആ ഒരു പുഷിന് വേണ്ടി മാത്രമാണ് ശരിക്കും. അത് മാത്രമേ എൻ്റെ വീഡിയോനെ കൊണ്ട് ഒരു യൂസ് ഉണ്ടാവാവൂ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാണ്ട് ഇപ്പം എല്ലാ ദിവസവും ഈ മോട്ടിവേഷൻ എന്ന് പറഞ്ഞ സാധനം ശരിക്കും ഞാൻ നിനക്ക് കുറേ എൻ്റെ അടുത്ത് കുറേ കുട്ടികൾ മെസ്സേജ് അയക്കും, പക്ഷേ കുറച്ച് മോട്ടിവേഷൻ തരും. അപ്പം എനിക്ക് മനസ്സിലാവില്ല എന്താ ഇവർ ഉദ്ദേശിക്കണേ. അത് ഇങ്ങനെ നമ്മൾ ചോദിക്കുമ്പോഴേക്ക് എന്നാ മോനെ പിടിച്ചോ കുറച്ച് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ 2 കിലോ 3 കിലോ തരാൻ പറ്റുന്നൊരു സാധനമല്ലല്ലോ. അപ്പം അതെനിക്ക് തോന്നുന്നു ഒരാളുടെ ഉള്ളിൽ കുറേ ഡ്രീംസ് ഉള്ള ആളുണ്ട്. അപ്പം ഞാൻ ഭയങ്കര ഡ്രീമുള്ള ഒരാളാണ്, എനിക്ക് കുറേ വലിയ വലിയ ലക്ഷ്യങ്ങളുള്ളതാണ്. അപ്പം എനിക്ക് അതിലേക്കൊക്കെ വർക്ക് ചെയ്യാൻ ഒരു മോട്ടീവ് എന്ന് പറയുന്നത് ഇതേപോലത്തെ ഏതെങ്കിലും വീഡിയോസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഇപ്പം നമ്മൾ ഇൻസ്റ്റാഗ്രാം തുറന്നാൽ തന്നെ ഐ തിങ്ക് ഇങ്ങനെ കുറേ സാധനങ്ങൾ നമ്മൾ കാണാൻ പറ്റും. അതെനിക്കൊന്ന് ഈ ഫീഡ് നമ്മൾ മാറിക്കഴിഞ്ഞാൽ പറയാൻ കേട്ടോ. അതായത് ഈ അടുത്ത് ആണ് എൻ്റെ ഫീഡ് ഈ ഒരു ടൈപ്പിലേക്ക് മാറാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു മോട്ടീവ് കിട്ടുക എന്നുള്ളത് മാത്രമാണ് ശരിക്കും. കാരണം നമ്മളുടെ ഏറ്റവും വലിയ മോട്ടിവേറ്റർ ആൻഡ് ഡീമോട്ടിവേറ്റർ നമ്മൾ സെൽഫാണ്. നമ്മളാണ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നതും നമ്മൾ തന്നെയാണ് നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യുക. അപ്പോൾ വേറൊരാൾ പറഞ്ഞെന്ന് വിചാരിച്ച് നമ്മളൊരിക്കലും നന്നാവില്ല. പക്ഷേ ആ ഒരു സ്പാർക്ക് നമ്മളെ ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ചിലപ്പോൾ ഒരു തിരി കത്തിക്കാനൊക്കെ ചിലപ്പം ഇതുപോലത്തെ വീഡിയോസിന് പറ്റും. That means ആളുകൾക്കിടയിൽ ചേഞ്ച് കൊണ്ടുവരാൻ കഴിയും. ഓഫ് കോഴ്സ് പറ്റും. കാരണം എനിക്ക് കുറേ ആൾക്കാർ, ഞാൻ എന്നെ ഇതാക്കി പറയുന്നല്ലോ കേട്ടോ, എനിക്ക് കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞാണ് നിങ്ങളെ വീഡിയോ കണ്ടുകൊണ്ട് മാത്രമാണ് ഞാനിത് തുടങ്ങിയത്, ഞാനിത് റെഡി ആയിട്ട് ഞാൻ നിങ്ങളെ മുന്നിൽ വരും, അങ്ങനെ കുറേ ആൾക്കാർ എന്നെ കാണാൻ വരാമെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ച് വെച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമാണ് ശരിക്കും. അതായത് നമ്മൾ ചെയ്ത് എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് ഒരാൾക്കൊരു എന്താ പറയാ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. ആസ് എ ടീച്ചർ നമ്മളെല്ലാവരും ആസ് എ ടീച്ചേഴ്സ്, ശരിക്കും ടീച്ചേഴ്സിൻ്റെ മനസ്സിലുള്ള ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഹാബിറ്റ്സോ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് നമ്മളുടെ സ്റ്റുഡൻ്റ് ആവട്ടെ വോട്ടെവർ അവർക്കൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റാന്നുള്ളതാണ് കേൾക്കുന്നവർക്ക് ഇമ്പാക്ട്. അതെ, അതാണ് ടീച്ചർ എന്നുള്ളൊരു വാക്കുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ. ആസ് എ ടീച്ചർ അതാ സാധനം എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. യെസ്, ഗുഡ്, വെരി നൈസ്. സോ ഇപ്പോ ഐദ, ഹു ഈസ് ഐദ ചോദിച്ചാൽ എന്താണ് ആൻസർ? ഹു ഈസ് ഐദ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറന്റ് ഞാൻ എന്താ പറയാ എജുപോർട്ടിൽ ഇപ്പം CBSEയുടെ ഹെഡാണ്, പ്ലസ് ഹയർ സെക്കൻഡറി നീറ്റ് ക്ലാസ്സസ് എടുക്കുന്ന ഒരു ടീച്ചറും കൂടിയാണ്. സോ ബേസിക്കലി ഒരു ടീച്ചറാണ്. ബേസിക്കലി ഞാനൊരു ടീച്ചറാണ്. പ്രൊഫഷണലി ഞാൻ ആരാണ്? പ്രൊഫഷണലി ഞാൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ മൈസെൽഫ് ഡെസിഗ്നേറ്റ് മീ ആസ് സ്പീക്കർ എന്ന് ഞാൻ പറയും. കാരണം ഐ ലൈക്ക് ടു സ്പീക്ക്, ഐ ലൈക്ക് ടു കണക്ട് വിത്ത് പീപ്പിൾ. പൊതുവെ ഞാനൊരു ഇൻട്രോവേർട്ടാണ്, പക്ഷേ എനിക്ക് ഈ ഒരു എൻ്റെ പേഴ്സ്പെക്റ്റീവ് അല്ലെങ്കിൽ എൻ്റെ കുറേ വിഷൻസ് ഷെയർ ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളിൽ എനിക്ക് ആൾക്കാരായിട്ട് കണക്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. പൊതുവെ പണ്ടൊക്കെ ഞാൻ ഈ സമയത്ത് കുറേ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ വന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഇതൊക്കെ നടക്കുമോ, ലൈക്ക് ആ ഒരു സാധനത്തിലേക്ക് നിന്നൊരു ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോസൊക്കെ ഇടുന്നു, ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് ഫോളോവേഴ്സ് അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് മാറുമ്പം ലൈക്ക് ഇപ്പം എനിക്ക് കുറച്ചും കൂടെ ആൾക്കാരിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. സോ അങ്ങനെ ഇപ്പോൾ എനിക്കിങ്ങനെ കുറേ ഇവൻറ്റ്സ് വരാറുണ്ട്. അപ്പോൾ കുട്ടികളായിട്ട് കണക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ആൾക്കാരായിട്ട് കണക്ട് ചെയ്യാനൊരു ചാൻസ് ഞാൻ മിസ്സാക്കാറില്ല. അപ്പോൾ പൊതുവേ ഇതേപോലെ ലൈക്ക് സ്പീക്കിംഗ് സെഷൻസ് ഒക്കെ വരലുണ്ട്, അപ്പം ഞാൻ അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ റീസെന്റ് ഇപ്പോൾ ശ്രദ്ധിക്കുന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടയ്ക്കിടെ കാണുന്ന ഫീഡ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ റാൻഡമായി കാണുന്ന ചിലപ്പോൾ കോട്ടുകളൊക്കെ ഉണ്ടോ ഈ മോട്ടിവേഷൻ ടൈപ്പ് അല്ലെങ്കിൽ നമ്മൾ ആളുകൾ ബൂസ്റ്റ് ചെയ്യുന്നുണ്ടോ, അപ്പോൾ ആളുകൾക്ക് ഇത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കും ചില മോട്ടിവേഷൻ വീഡിയോസ് അപ്പോൾ ഈവൻ ഞാൻ പോലും ഇപ്പോൾ നമ്മുടെ സ്റ്റുഡൻസിനൊക്കെ എടുക്കുന്ന വീഡിയോസ് ഉണ്ട്. അപ്പോൾ നമ്മൾ റാൻഡം നമ്മൾ ചുമ്മാ പറയുന്ന കാര്യങ്ങളായിരിക്കും, പക്ഷെ ഭയങ്കര ഷെയർ പോകുന്നുണ്ട് സാധനം. അപ്പൊ അത്രയും ആളുകൾ അവർ ഫെയിലിനെ അല്ലെങ്കിൽ എന്താണ് തോൽക്കുന്നതിനെ പറ്റി പേടിക്കാണോ അല്ലെങ്കിൽ അവർ ഫെയിൽ ചെയ്യുന്ന ആളുകളാണോ ഈ ഷെയർ ചെയ്ത് കൊടുക്കുന്ന ആളുകളുണ്ടല്ലോ. അപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ കേൾക്കുമ്പോൾ ഞാൻ ആലോചിക്കാൻ ഇത് അവൻ കേട്ടാൽ നന്നായിരിക്കും, ആ ഒരു പെർസ്പെക്ട് നമ്മൾ ഷെയർ ചെയ്യാം. അപ്പോൾ ഫെയിലേഴ്സിന്റെ എണ്ണം കൂടുതലാണ്. വൈ പീപ്പിൾ ഫെയിൽ?
വൈ പീപ്പിൾ ഫെയിൽ എന്നല്ല, ഇതിന് ഞാനൊരു കറക്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം അടുത്ത് ഞാനൊരു SSLC റിസൾട്ട് വന്നെന്ന് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരു IAS പ്രദീപ് സിംഗ് എന്ന് പറഞ്ഞ ഒരാളാണ്. ആൾക്ക് 10th വളരെ കുറച്ച് മാർക്ക് കിട്ടുള്ള ഒരാളാണ്. പക്ഷേ ആൾക്ക് സിവിൽ സർവീസ് എക്സാമിൽ റാങ്ക് 1 ആണ്. അപ്പോൾ ആ വീഡിയോ പോസ്റ്റ് ചെയ്ത സമയത്ത് അതിൻ്റെ കുറച്ച് മുന്നേയിട്ട് അത് പോസ്റ്റ് ചെയ്യാനുള്ള മോട്ടീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറേ കുട്ടികൾ ആ റിസൾട്ട് അറിഞ്ഞുകൂടാൻ എനിക്ക് മെസ്സേജ് ചെയ്തു, മിസ്സേ ഞാൻ പൊട്ടി, അല്ലെങ്കിൽ എനിക്ക് മാർക്കില്ല, ഫുൾ A+ ഇല്ല, വീട്ടിൽ നിന്ന് ഭയങ്കര പ്രശ്നമാണ്, ഞാൻ പോയി സൂയിസൈഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അത് കേട്ടപ്പോഴാണ് ശരിക്കും ഞാൻ വിചാരിക്കുന്നത്, ഓക്കെ എന്നാൽ പിന്നെ ഇങ്ങനത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്യാം. സെയിം സിറ്റുവേഷൻ ആണ്. അപ്പോൾ അടുത്ത് നമ്മളുടെ എജുപോർട്ടിൽ തന്നെയുള്ള ഒരു ഫാക്കൽറ്റിയാണ് എനിക്കൊരു കുട്ടിയുടെ അവസ്ഥ ഷെയർ ചെയ്ത് തന്നിട്ട് പറഞ്ഞു ഇവർക്കൊരു വീഡിയോ ചെയ്ത് കൊടുക്കണം എന്നുള്ള രീതിയിൽ. ഇത് +2 റിസൾട്ട് വന്നപ്പോഴും ഇതേ അവസ്ഥയാണ് വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആൾക്കാർ ഇപ്പം നമ്മൾ പണ്ടത്തെ ഇവരൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ഇതൊരു പ്രശ്നമാണ്, അല്ലെങ്കിൽ അവരുടെ പാരൻസിൻ്റെ അടുത്ത് ഇതൊരു പ്രശ്നമാണെന്നുള്ളതാണ്. അപ്പോൾ ആസ് എ പാരൻസ് അല്ലെങ്കിൽ ആസ് സ്റ്റുഡൻസ് അവർ ഭയക്കുന്നത് ശരിക്കും ഫെയിലിയറിനല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓഫ് കോഴ്സ് അവരുടെ വീട്ടുകാരെന്ത് പറയും, നാട്ടുകാരെന്ത് പറയും, ആ ഒരു സാധനമാണ് ഇത്. ഓഫ് കോഴ്സ് നമുക്കിതിലൊന്നും ചെയ്യാനൊന്നുമില്ല, ബിക്കോസ് ഇത് ഓൾറെഡി ഉണ്ടാക്കി വെച്ചൊരു നോമാണ്. അതായത് നിങ്ങൾ മാർക്കില്ലെങ്കിൽ എങ്ങനെ ഉള്ളൊരു സാധനം. പക്ഷേ ആൾക്കാർ അതിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിക്കൊന്നുമില്ല, അതിൻ്റെ അപ്പുറത്തേക്ക് എന്ത് സംഭവിച്ചെന്ന് ആൾക്കാർ അറിയുന്നുമില്ല. ഇപ്പോഴും ഇപ്പോൾ 10th ക്ലാസ്സിൽ ഫുൾ A+ കിട്ടിയിട്ടില്ലെങ്കിൽ ഇവൻ തീർന്നു, ഇവന് കാര്യം. ഒഴുക്കിനനുസരിച്ച് അങ്ങനെ പോവാൻ ആളുകൾ. അതാണ് ഇവർക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇത് കഴിഞ്ഞാൽ ഇവർക്ക് കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അവസരങ്ങളുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരാരും ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ പൊട്ടക്കിണറ്റിലെ തവളാന്ന് പറയില്ല. പണ്ടൊക്കെ എനിക്ക് തോന്നുന്നു നീറ്റ് JEE മാത്രം ഒരു ഓപ്ഷനേ ഉള്ളൂ +2 കഴിഞ്ഞാൽ, ഒന്നുകിൽ ഡോക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയർ. അപ്പം ഇന്ന് ഇപ്പം അതിൽ നിന്നൊക്കെ കുറച്ച് മാറിയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ കുറേ ആൾക്കാരുടെ മനസ്സിലെങ്കിലും ഈ ഫുൾ A+ കിട്ടിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇത്ര മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ഒക്കെ ലൈഫ് തീർന്ന് എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരാണ്. അപ്പം അബ്സല്യൂട്ട്ലി ഇവരൊക്കെ ഭയക്കുന്നത്, ഇവർക്ക് ഈ ഫെയിലിയർ എന്നുള്ളൊരു വേർഡ് ഇവരെ ഭയങ്കരമായിട്ട് എന്താ പറയുക ഒരു കോംപ്ലക്സ് ഉണ്ടാക്കുന്നുണ്ട് ഇവർക്ക്. അതൊരു ഭയങ്കര പ്രശ്നമാണ് ശരിക്കും. ലൈക്ക് ഫെയിലർ, ഞാൻ ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫെയിലർ എന്നുള്ള ഒരു വേർഡ് തന്നെ ഉണ്ടാകരുതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ. ലൈക്ക് ഫെയിലിയർ അല്ല ശരിക്കും അത് ലേണിംഗ് ഫ്രം മിസ്റ്റേക്സ് ആണ്. ഓഫ് കോഴ്സ് ഇപ്പം നിങ്ങൾ ആലോചിച്ചൊക്കെ ഏത് വിന്നർ അല്ലെങ്കിൽ ഇപ്പം ലൈഫിൽ എവിടെ അത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ ഫെയിലിയറിലൂടെ കടന്നു നിന്ന ആൾക്കാരാണ്. അപ്പം ഇവരൊന്നും അത് ഒരു ഫെയിലിയർ ആയിട്ടല്ല അംഗീകരിക്കുക. they tell it as their mistakes. അതിന് എക്സാമ്പിളാണ് നമ്മളെ തോമസ് ആൽവ എഡിസൺ. മൂപ്പര് ബൾബ് കണ്ടിരിക്കുന്ന സമയത്ത് 10,000 വട്ടമാണ് മൂപ്പര്, 10,000-ലും കൂടുതലാണ്. അതായത് ആസ് പെർ റെക്കോർഡ് 10,000 എന്നാണ് നമ്മൾ പറയാറ്. 10,000-ത്തിൽ കൂടുതൽ തവണ മൂപ്പര് അതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ മൂപ്പര് പറഞ്ഞത് ഞാനൊരു 10,000 വട്ടം തോറ്റിട്ടില്ല, ഞാൻ അതിന് പഠിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. ഓഫ്കോഴ്സ് നമ്മളാരും പെർഫെക്റ്റ് അല്ല, 100% പെർഫെക്റ്റ് അല്ല, നമുക്ക് എല്ലാവർക്കും മിസ്റ്റേക്സ് വരാം. അപ്പം നമ്മളൊക്കെ ഇതിൽ മിസ്റ്റേക്സ് കമ്മിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം ഇന്നിപ്പോൾ 10th മാർക്ക് കുറഞ്ഞു, അല്ലെങ്കിൽ നമ്മളുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മൾ ഒന്ന് ഡൗൺ ആയി എന്ന് വെച്ചിട്ട് എല്ലാ കാലത്തും ഇത് ഇങ്ങനെ തന്നെ സംഭവിച്ചോണമെന്നില്ല. പക്ഷെ അവിടുന്ന് എഴുന്നേക്കാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ അതാണ് ഫെയിലിയർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഒരു സ്റ്റുഡൻസിന്റെ ഒരു പെർസ്പെക്റ്റീവ് ആയിട്ട് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ ഒരു അപ്പാർട്ട് ഫ്രം സ്റ്റുഡൻസ്, ഇപ്പൊ നമ്മളിപ്പോ ഒരുപാട് ആളുകൾ ഇപ്പോൾ ഒരു 25 to 35 ഇയേഴ്സിന്റെ ഇടയിലുള്ള ഒരുപാട് ആളുകളുണ്ട്. ഞാനൊരു മെയിൽ ഓർ ഫീമെയിൽ പറ്റി പറയുന്നില്ല, ആ ഒരു ഏജ് ഗ്രൂപ്പുള്ള ആളുകൾ ഒരുപാട്. എസ്പെഷ്യലി നമുക്കൊരു ലൈഫിനെ പറ്റിയൊന്നും അവർ തിരിച്ചറിഞ്ഞ മൊമെന്റാണ്. ചിലപ്പോൾ അവർ സ്റ്റഡീസൊക്കെ കഴിഞ്ഞ് അവർ ജോലിയിലൊക്കെ കയറി അപ്പൊ അവർ തിരിച്ചറിഞ്ഞ കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. ഈ വിഭാഗം ആളുകളെ ചില ഫ്രസ്ട്രേഷൻസ് ഉണ്ട്, ചിലപ്പോൾ അവരുടെ ചില ടെൻഷൻസ് ഇവര് മെജോറിറ്റി ആളുകൾ, ചില എസ്പെഷ്യലി ബോയ്സ് ആണെങ്കിൽ പലരും ഷെയർ ചെയ്യുകയില്ലല്ലോ. അപ്പോൾ അവര് ലൈഫിനെ പറ്റി മനസ്സിലാക്കുന്ന ഒരു മൊമെന്റാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട്, ചിലപ്പോൾ അവരൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയ ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ബിസിനസ് തോട്ടിനെ പറ്റി ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കും. ഇത്തരം ആളുകൾ ബേസിക്കലി ഇപ്പൊ ഞാൻ ചില ഈ മോട്ടിവേഷൻ വീഡിയോസിന്റെ താഴെ മാക്സിമം കാണുന്ന കമന്റ്സ് ഇടുന്ന ആളുകളൊക്കെ ജസ്റ്റ് പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന ഇവർക്ക് ഈ ഒരു ഏജ് ഗ്രൂപ്പുള്ള ആളുകളാണ്. അപ്പൊ അവര് ഇത്തരത്തിലുള്ള പിന്നെ ഈ ഫെയിലേഴ്സിനെ അവരെങ്ങനെ ഫേസ് ചെയ്യും, അത് ഞാൻ പലപ്പോഴും കാണുന്നത് പലരും കാണുന്നത് എന്തെങ്കിലുമൊക്കെ ഫെയിലേഴ്സ് വരുമ്പോൾ അപ്പം തന്നെ അവരുടെ ഷട്ട് ഡൗൺ ചെയ്ത് പോകുന്ന ഒരു സിറ്റുവേഷൻ. അപ്പൊ ആ ഒരു ആളുകൾ ശരിക്കും എന്താണ് അവരുടെ മൈൻഡ് സെറ്റ്, ഏത് രീതിയിലാണ് അവരൊന്ന് സെറ്റ് ചെയ്യേണ്ടത് ഇതൊരു പെർസ്പെക്റ്റീവ് പ്രകാരം? അതായത് ഈ ആൾക്കാരോട് ഇപ്പം എനിക്കും ഇതുപോലെ കുറേ ആൾക്കാർ മെസ്സേജ് അയക്കാറുണ്ട്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ പ്രത്യേകിച്ച് ഈ സ്റ്റാർട്ടപ്പ് തുടങ്ങുക അല്ലെങ്കിൽ എന്തെങ്കിലും ഐഡിയാസ് മനസ്സിലുള്ള ആൾക്കാരായിരിക്കും ഇവരൊക്കെ. ലൈക്ക് എന്തെങ്കിലും പുതിയ സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങണം, അപ്പാർട്ട് ഫ്രം ഒരു 9 to 5 ജോബിൽ നിന്ന് കുറേ മാറിയിട്ട് അവരുടേതായ കുറേ ഡ്രീംസ് ഒക്കെ ഉള്ള ആൾക്കാരുണ്ടായിരിക്കും. ഞാനൊക്കെ വിശ്വസിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് എൻ്റെ ഒക്കെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും മാത്രമാണ് നമ്മളിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതേപോലെ ഒരുപാട് സ്വപ്നങ്ങളുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് അറിയില്ല, ഇതെങ്ങനെ തുടങ്ങണമെന്ന് അറിയില്ല, ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല, നാട്ടുകാരെന്ത് പറയുമെന്ന് അറിയില്ല. ഇതൊക്കെയാണ് ഇവരുടെ മെയിൻ സാധനങ്ങൾ. അപ്പം ഇവർക്കൊന്നും ഒരു എന്താ പറയുക, നമ്മളെപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് സെൽഫായിട്ടുള്ളൊരു എന്താ പറയുക
ഒരു ഭയങ്കരമായ അഡ്വാൻസ്മെന്റ് നമുക്കില്ല എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾ ഇതേപോലെ സൊസൈറ്റി എന്ത് പറയുന്നു, സൊസൈറ്റി എന്ത് ചെയ്യുന്നു, ഇത് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഇപ്പോഴുള്ള ഒരുവിധം ആൾക്കാരൊക്കെ. എനിക്ക് തോന്നുന്നു ആ ഒരു യൂത്ത് ഏജിലുള്ള ആൾക്കാരൊക്കെ ഒരുവിധം ആൾക്കാർ ചിലപ്പോൾ ഫാമിലി ഉള്ളവരായിരിക്കും, ചിലപ്പോൾ മാരീഡ് ലൈഫിൽ കടക്കാത്ത ആൾക്കാരായിരിക്കും. അപ്പോൾ ഇവരൊക്കെ ആലോചിക്കുന്നത് ഞാനിത് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ ഫാമിലിക്ക് അങ്ങനെ പറ്റുമോ, അല്ലെങ്കിൽ എൻ്റെ നാട്ടുകാർ എന്ത് പറയും, നാട്ടുകാർ എന്ത് വിചാരിക്കും. അപ്പം നമ്മളെപ്പോഴും എന്ത് കാര്യം തുടങ്ങുകയാണെങ്കിൽ ഇവരാണെങ്കിലും ഒക്കെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു സംരംഭം തുടങ്ങുകയാണ് അല്ലെങ്കിൽ ഒരു പുതിയൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങുകയാണ്, ഇവരൊക്കെ ആലോചിക്കും ഇത് പൊട്ടിപ്പോയാൽ എന്ത് ചെയ്യുന്നതാണ്. നേരെ മറിച്ച് ഇവര് ചിന്തിച്ചു കഴിഞ്ഞാൽ സക്സസ് ആയി കഴിഞ്ഞാൽ മോട്ടിഫൈ വിൻ എന്നുള്ള സാധനത്തിലേക്ക് ആരും എത്തുന്നില്ല. എല്ലാവരുടെയും മനസ്സിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ ഇത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഞാൻ തമർന്നു പോയില്ലേ, പിന്നെ എനിക്ക് കയ്യിൽ പൈസ ഉണ്ടാവില്ല, അപ്പം എൻ്റെ കയ്യിൽ പൈസ മൊത്തം ഇറങ്ങി ഞാൻ ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ എന്താ. അതാണ് എല്ലാവരുടെയും ഒരു തോട്ട്. അപ്പം നമ്മൾ എനിക്ക് തോന്നുന്നു സയന്റിസ്റ്റുകൾ വരെ പ്രൂവ് ചെയ്തൊരു സാധനമാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. ലൈക്ക് നമ്മൾ എല്ലാ ദിവസവും നമ്മളോട് പറയണം നമ്മൾ ഭയങ്കര അടിപൊളിയാണ്, വിൽ ഡു ഇറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് നമ്മുടെ ബ്രെയിനിന് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ എന്താണോ പറയുന്നത് അതിലേക്കാണ് നമ്മുടെ ബ്രെയിൻ ഫോക്കസ് ചെയ്യുക. അപ്പം നമ്മൾ വിചാരിക്കുന്നത് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന സമയത്ത് അയ്യോ ഇത് പൊട്ടിപ്പോയാൽ എന്തേക്കും, അപ്പം നമ്മുടെ ബ്രെയിൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇത് പൊട്ടിപ്പോയുള്ള എല്ലാ ചാൻസസും നമുക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് തരും. നേരെ മറിച്ച് നമ്മൾ അതിനെ എപ്പോഴും ഒരു പോസിറ്റീവ് സൈഡിലേക്ക് മാറ്റി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ ആൾക്കാരുടെ ഒക്കെ ഒരു സാധനം കുറെ കൂടെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ പറയുന്ന ആളുകളുണ്ടല്ലോ, ഈ ഒരു സോഷ്യലൈസേഷന്റെ കുറവ് ഈ ആളുകൾക്കിടയിൽ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? സോഷ്യലൈസേഷൻ മീൻസ് നമ്മളൊരു 9 to 5 ജോലി കഴിയുന്നു, നമ്മുടെ ഫാമിലിയിൽ അല്ലെങ്കിൽ ചെറിയ നമ്മുടെ ഫാമിലിയുടെ സമയം ചിലവാക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയുടെ മാത്രം കറങ്ങാൻ വേണ്ടി പോകുന്നു, പിന്നെ ആ വീക്കെൻഡ് കഴിഞ്ഞ് അഗെയിൻ ആ സെയിം റൊട്ടീനിലേക്ക് അവർ പോകുന്നു. സൊസൈറ്റിയിലെ ആളുകളും അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിലെ ആളുകൾ ഇൻ ദ സെൻസ് നമ്മളല്ലാത്ത ഒരുപാട് ആളുകൾ ചുറ്റുമുണ്ട്, അവരുമായുള്ള സംസാരങ്ങൾ പണ്ട് നമ്മൾ പറയാറുണ്ട് എന്താണ് പാട വരുമ്പോഴത്തേക്കും സംസാരിക്കുന്നു, അല്ലെങ്കിൽ എന്താണ് ഒരു ഹോട്ടലിലെ ചായക്കടയിൽ സംസാരിക്കുന്നു. ശരിയാണ്, അങ്ങനെ കുറെ ചായക്കടയിൽ നിന്ന് വന്ന കുറെ സംരംഭങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആ ഒരു സാധനം മിസ്സാവുന്ന ആളുകളുടെ ഒരു മെന്റൽ ഫ്രസ്ട്രേഷൻ അല്ലെങ്കിൽ കാര്യങ്ങളെ കാണുന്ന പെർസ്പെക്റ്റീവ് ഒക്കെ മാറ്റം എന്ന് തോന്നുന്നുണ്ടോ? അതായത് ഞാനിപ്പോ അടുത്ത് വായിച്ചൊരു കോട്ടാണ് ഇതേപോലെ, കറക്റ്റ് എനിക്ക് ഇംഗ്ലീഷ് പറഞ്ഞുതരാൻ എനിക്കറിയില്ല, ലൈക്ക് എനിക്ക് ആ കറക്റ്റ് ഓർമ്മയില്ല, പക്ഷെ എൻ്റെ കോണ്ടെക്സ്റ്റ് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മളെപ്പോഴും ഈ പറഞ്ഞ ആൾക്കാരുമായിട്ട് മാത്രമേ നമ്മളെ സർക്കിൾ ഉണ്ടാക്കാവുന്നതാണ്. അതായത് നമ്മളുടെ ഡ്രീമിനെ, നിങ്ങളുടെ സ്വപ്നത്തിനെ വില കുറച്ച് കാണുന്ന ഒരാൾക്കാരുമായിട്ട് നിങ്ങൾ ഒരിക്കലും ഒരു കമ്മ്യൂണിറ്റിയിൽ പെടരുത്. നിങ്ങളെപ്പോഴും നിങ്ങളുടെ ഡ്രീമിനെ അവരുടെ ഡ്രീമും കൂടെ ആയിട്ട് കാണുന്ന ഒരാൾക്കാരുമായിട്ട് നമ്മളൊരു സർക്കിൾ ഉണ്ടാക്കണമെന്നാണ്. കാരണം നമ്മളുടെ ഡ്രീം നമ്മളെക്കാൾ കുറവുള്ള ഒരാളോടത്താണ് നമ്മൾ ഷെയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് അതിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ നേരെ മറിച്ച് ഇതേപോലെ ഇതാണ് ഞാൻ പറഞ്ഞ ഒരു മോട്ടീവ് സാധനം. ഇപ്പം ഞാൻ പറയുന്ന വീഡിയോ ആണെന്നുണ്ടെങ്കിലും ചിലപ്പം എൻ്റെ വീഡിയോ ചിലപ്പോൾ അതിനൊരു മോട്ടീവ് ആവാൻ ചാൻസ് ഉണ്ട്. ലൈക്ക് അങ്ങനെ വലിയൊരു ഡ്രീമുള്ള ഒരാളാണെങ്കിൽ എന്നാൽ പിന്നെ എന്തുകൊണ്ട് എനിക്കത് ചെയ്ത് നോക്കിക്കൂടാ. അതൊരു ഇതിലേക്ക് വരുന്ന രീതിയിലുള്ള സർക്കിൾസ് ഉണ്ടാക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളൊക്കെ മനുഷ്യന്മാരാണ്, നമുക്ക് പല സമയത്തും പല മൂഡിലൂടെ നമ്മൾ കടന്നു പോകുന്ന ആൾക്കാരാണ്, പല സമയത്തും നമ്മൾ ഡൗൺ ആവും. അപ്പോൾ ആ സമയത്തൊക്കെ എനിക്ക് തോന്നുന്നു ഞാനാണെങ്കിലും എന്നെയൊക്കെ അപ്ലിഫ്റ്റ് ചെയ്യുന്നത് ഇതേപോലത്തെ ആൾക്കാരാണ്. നമ്മൾ ആരെ വെച്ചിട്ടാണോ നമ്മളെ സറൗണ്ട് ചെയ്യുന്നത് അതിനനുസരിച്ചിരിക്കും നമ്മളുടെ ഗ്രോത്താണ്. അല്ലാണ്ട് എനിക്ക് തോന്നുന്നില്ല നമ്മളിപ്പം ഈവൻ ഒരു കമ്പനിയിൽ ഇപ്പം നിങ്ങൾ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഇതൊരു സ്റ്റാർട്ടപ്പ് തന്നെ ആയിക്കോളും നിർബന്ധമില്ല കേട്ടോ, നിങ്ങളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള ഫ്രണ്ട്സ് ഫുൾ ടൈം ഗോസിപ്പ് അടിച്ച് ഫുൾ ടൈം ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എല്ലാവരും അടുത്ത ലേ ഓഫിലുള്ള ആൾക്കാരാണ്. പക്ഷെ നേരെ മറിച്ച് നിങ്ങളൊരു ഗ്രോത്ത്, അതായത് ആ കമ്പനിയുടെ ഫൗണ്ടറായിട്ട് കമ്പനിയിലെ നല്ല നല്ല പൊസിഷനിലുള്ള ആൾക്കാരൊക്കെ ആയിട്ട് നിങ്ങൾ ഭയങ്കര ഫ്രണ്ട്സാണ്, നിങ്ങൾ നന്നായിട്ട് സറൗണ്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടാവും അവരുടെ ലെവലിലേക്ക് എത്താനും അവരുടെ തോട്ട്സ് ആണ് നമ്മൾ കേൾക്കുന്നത്. അപ്പം ഞാൻ എപ്പോഴും ഉള്ളൊരു സാധനം അതാണ്, അതായത് ഞാൻ സറൗണ്ട് ചെയ്യുന്ന ആൾക്കാർക്ക് എന്നെക്കാൾ വലിയ തോട്ട്സ് ഉള്ളവരായിരിക്കും. കാരണം എന്നാൽ മാത്രമേ നമുക്ക് അതിലേക്ക് ഗ്രോത്ത് എന്നൊരു ഫാക്ടർ അതിനകത്തുള്ളൂ. ഇപ്പോഴത്തെ ആൾക്കാർക്കൊക്കെ പേടി ആ ഒരു ഗ്രോത്ത് ആണ്. ആർക്കും എനിക്കറിയില്ല ആവശ്യമില്ലായിട്ടാണോ അതിന് മടിയായിട്ടാണോ എന്നറിയില്ല. പീപ്പിൾ ഡോണ്ട് ബിലീവ് ഇൻ ഇറ്റ്. ആൾക്കാർക്കൊക്കെ ഇങ്ങനെ വെറുതെ കിട്ടണം, അതായത് ഇങ്ങനെ ഇരിക്കുന്നു എല്ലാവരും ഇങ്ങനെ കൊണ്ടുതരുന്നു ആ ഒരു സാധനമാണ്. ഇപ്പൊ ഞാൻ തന്നെ ഇവിടെ കയറിയ സമയത്ത് ഐ വാസ് എ നോർമൽ എംപ്ലോയി. ഇവിടെ കയറുന്നതിന് മുന്നേ ഞാൻ വേറൊരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ഞാനൊരു നോർമൽ ഒരു 15,000 സാലറിയിൽ സ്റ്റാർട്ട് ചെയ്ത ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ തുടങ്ങിയ ഞാൻ ശരിക്കും ഒരു കമ്പനിയിൽ വരുന്നു, അവിടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് ആവുന്നു. അപ്പോൾ ആ ഒരു രീതിയിലുള്ളൊരു ഇതിലേക്ക് മാറണം എന്നുണ്ടെങ്കിൽ ഈവൻ അത് നിങ്ങളൊരു സ്റ്റാർട്ടപ്പ് ആണെന്നുണ്ടെങ്കിലും ഈവൻ ഈ ഫാക്ട് ആസ് എ എംപ്ലോയി ഞാനത് എല്ലാവരോടും പറയുന്നൊരു കാര്യമാണ്. എല്ലാവരുടെയും വിചാരം സ്റ്റാർട്ടപ്പിൽ മാത്രമേ ഗ്രോത്ത് ഉള്ളൂ, ലൈക്ക് ബാക്കി എല്ലാവരും പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല, വെറും 10-15 സാലറി എന്നുള്ള ആൾക്കാരാണ് എല്ലാവരും. അല്ല, ഐ മീൻ ആ ഒരു തോട്ടാണ് എല്ലാവർക്കും. പക്ഷെ നമ്മൾ എവിടെ ലൈഫിൽ ഏത് പോയിന്റിലാണെന്നുണ്ടെങ്കിലും ഞാൻ വിശ്വസിക്കുന്നത് ഇഫ് യു ആർ റെഡി ടു ഹാർഡ് വർക്ക് നമ്മൾ എവിടെ എത്തും. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വലിയ ലെവലിലേക്ക് നമുക്ക് എത്താൻ പറ്റും. പക്ഷെ ആരും ഇത് ചെയ്യുന്നില്ല. പണ്ടാരോ പറഞ്ഞിട്ടുണ്ട് ജോലി കിട്ടിയിട്ട് വേണം ലീവ് എടുക്കാൻ. എന്താണ് ആ ഒരു തോട്ട് മാറാതെ? ഞാൻ എപ്പോഴും ആലോചിക്കുന്നുണ്ട്. ഞാനിപ്പോ ബേസിക്കലി നമ്മളൊക്കെ ലൈഫിനെ പറ്റി പഠിച്ചു തരുന്ന ആൾക്കാരാണ്. ഇപ്പൊ സ്റ്റഡീസ് കഴിഞ്ഞപ്പോൾ ഞാനിപ്പോ ഒരു ജോലിയിലേക്ക് തിരിക്കുന്നു, ഒരു 4-5 വർഷമായിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സ്റ്റിൽ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്, ഞാൻ ഇപ്പോഴും ഇവിടെ വർക്ക് ചെയ്യുന്ന ഡേ 1 മുതൽ ഓരോ ഡേയിലും ഞാൻ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊടുക്കുക. ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ, അവരുടെ വ്യൂ പോയിന്റ്, അവരെങ്ങനെ ഒരു കാര്യം നോക്കി കാണുന്നു, അല്ലെങ്കിൽ എങ്ങനെ ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നു. ഈവൻ ഞാനൊരു യൂട്യൂബ് ചാനൽ ക്ലാസ് എടുക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം തോട്ട് ഉണ്ടായിരുന്നു,
ഒരു യൂട്യൂബ് ചാനൽ എനിക്ക് വേണം. അപ്പൊ കാരണം ഞാൻ അവിടെ ഈവൻ ഞാൻ അവിടെ അവർ ചെയ്യുന്ന ഓരോ പ്രവർത്തികൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ലൈവിന്റെ ലിങ്കിന്റെ വീഡിയോ അപ്ലോഡ് ആയിരിക്കും. അപ്പൊ അതൊക്കെ പ്രോസസ് ഇങ്ങനെ കണ്ട് ഞാൻ പഠിച്ചു എന്തൊക്കെയാണ് ഇതിന്റെ ഒരു വീക്ക് പോയിന്റ് എവിടെയാണ്, നമ്മൾ ഏത് രീതിയിൽ ഇതിനെ ചെയ്ത് നമുക്കത് വീഡിയോ കൂടുതൽ ആളുകൾ എത്തിക്കാൻ കഴിയും. ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇപ്പോഴും ഒരുപാട് ആളുകൾ, ഞാൻ ഈ മേഖലയിൽ കേട്ടോ, പുറത്തുള്ള ആളുകൾ ഇപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ ഇത് മതി, അല്ലെങ്കിൽ നമ്മളെ ലൈഫ് ഇതാണ് ഞങ്ങളുടെ ഒരു ടെംപ്ലേറ്റ്, ഈ ടെംപ്ലേറ്റിൽ ഒതുങ്ങിയാൽ മതി എന്റെ ലൈഫ്. ഇത് നമ്മളെ എന്താ പാരന്റ്സ് അങ്ങനെയായിരുന്നു, അല്ലെ കുടുംബം ഞങ്ങൾ ഇതാണ്, ഇത് മതി, എന്തിനാ നമ്മളത്, എന്തിനാണ് അത് എന്നുണ്ടല്ലോ. ആ ഒരു തോട്ടം എന്താ ആള് മാറാത്തത്? അത് മടിയെന്ന് മാത്രമേ എനിക്കത് പറയാൻ പറ്റുള്ളൂ. എനിക്ക് ഈ അടുത്ത് എനിക്ക് ഇതുപോലെ ഏതൊരു ആൾ എനിക്ക് മെസ്സേജ് അയച്ച പറഞ്ഞു, എനിക്ക് ഇങ്ങനെയൊക്കെയാണ്, ഞാൻ വീട്ടിൽ ഭയങ്കര കഷ്ടപ്പാടാണ്, എന്നിട്ട് എന്നെ പഠിക്കാൻ വിട്ടു, പക്ഷെ എനിക്ക് പഠിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു അഫ്കോഴ്സ് ഇതിന്റെ പച്ചക്ക് മലയാളത്തിൽ പറഞ്ഞാൽ ഇതിന്റെ പേര് മടി. കാരണം നമുക്ക് നമ്മളുടെ സിറ്റുവേഷൻ അറിയാം, എന്തുകൊണ്ട് നമ്മൾ പഠിക്കണം എന്നറിയാം, എത്ര കഷ്ടപ്പാടിലൂടെയാണ് നമ്മൾ വന്നതെന്ന് അറിയാം, എന്നിട്ടും നമുക്കിത് ത്രൈവ് ചെയ്യാനുള്ള ഒരു മൂഡ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് അതിന്റെ പേര് മടി എന്നാണ്. അത് ഈ ഒരു ജനറേഷൻ, നമുക്ക് ജനറേഷൻ ഒന്നടങ്കം കുറ്റം പറയാൻ പറ്റില്ല, പക്ഷെ ഈവൻ നമ്മളുടെ ജനറേഷനിൽ വരെ അങ്ങനത്തെ ആൾക്കാരുണ്ട്. അതായത് ഞാൻ തന്നെ ഇപ്പം എൻ്റെ കൂടെ പഠിച്ച ആൾക്കാരുടെ അടുത്ത് ഇപ്പം ഞാൻ ചോദിക്കാണ്, ലൈക്ക് എടാ ഇവിടെ ഒരു വാക്കൻസി ഉണ്ട്, നീ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വേണ്ട, അവിടെ ഇപ്പോൾ രാത്രിയൊക്കെ വരണ്ടേ, അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യണ്ടേ. അപ്പം ഞാൻ വിചാരിക്കും എന്ത് പേർക്കൊന്നും വേണ്ടേ, ഒന്നും വേണ്ടല്ലേ. അതായത് രാത്രി 5 മണി വരെ ജോലി ചെയ്യുന്നു, എല്ലാം എനിക്ക്. അതെ, അതായത് നോർമലി ഇതൊരിക്കലും നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് ഈ 9 to 5 നിങ്ങൾ കാണുന്ന. കാരണം നമ്മളുടെ അടുത്ത് എല്ലാവരും വന്നിട്ട് പറയുന്ന ഒരു കാര്യമാണ്, ഇതിലിപ്പോൾ പഠിച്ചിട്ട് ഇപ്പം എന്താ കാര്യമോ, ഒരു 9 to 5 ജോബ് ചെയ്തിട്ട് ആകെ 10-15 സാലറി കിട്ടാനല്ല. പക്ഷെ അങ്ങനെ അല്ലാത്ത ആൾക്കാർ എത്താനുള്ള റീസൺ അതുകൊണ്ടാണ്. അവര് ആ ഒരു 15 അല്ലെങ്കിൽ ആവറേജിൽ ഒതുങ്ങൂല, അതിൽ കൂടുതൽ അവർക്ക് വേണം എന്നുള്ളൊരു ത്രൈവ് നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അതിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതില്ലാത്ത ഒരാൾക്ക് ഓഫ്കോഴ്സ് അയാൾ ജീവിതകാലം മുഴുവൻ ഈ 10, 15, 20 സാലറി ആയിട്ടേ കഴിയുള്ളൂ. അപ്പം നമ്മൾ ഏത് ഫീൽഡിലാണെന്നുണ്ടെങ്കിലും ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഇപ്പം ഭയങ്കര കുറവാണ്. കാരണം ഇതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഒരു കാര്യമില്ല, ഡു സ്മാർട്ട് വർക്ക് എന്നാണ്. അപ്പോൾ ആ സാധനത്തിൽ എനിക്ക് തീരെ, അതായത് നമ്മൾ കേട്ടിട്ടുള്ള ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കള്ളമാണ് ഈ പറഞ്ഞ സ്മാർട്ട് വർക്ക് ഇസ് ബെറ്റർ ദാൻ ഹാർഡ് വർക്ക് എന്നുള്ളൊരു സാധനം. നിങ്ങൾ പോയിട്ട് ഏതെങ്കിലും ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയ ആളോ അല്ലെങ്കിൽ ലൈഫിൽ വലിയൊരു നിലയിലെത്തിയിട്ട് ഒരാളോട് പോയി ചോദിച്ചു നോക്ക് സ്മാർട്ട് വർക്കാണോ ബെറ്റർ, അപ്പോൾ ആൾ നല്ല ആട്ടി തരും. ഞാൻ ഈവൻ നമ്മളുടെ ഫൗണ്ടർ അജാസ്കിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താ, സ്മാർട്ട് വർക്കാണോ ബെറ്റർ ഹാർഡ് വർക്കാണോ? അപ്പോൾ അജാസ്കിൻ പറയുന്നൊരു സാധനമുണ്ട്, ലൈക്ക് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തൊരു പോയിന്റിൽ എത്തുമ്പോഴാണ് മനസ്സിലാവുക ഇനി എങ്ങനെ സ്മാർട്ട് വർക്ക് ചെയ്യണം എന്നുള്ളൊരു സാധനം. അല്ലാണ്ട് നമ്മളിവിടെ കയറി ഇരുന്നിട്ട് വലിയ കാര്യത്തിൽ സ്മാർട്ട് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി വോണ്ട് റീച്ച് എനി. അതായത് ഈ ഹാർഡ് വർക്ക് ചെയ്തൊരു ബേസ് ഉണ്ടാക്കിയിട്ട് അതിന്റെ മേലെ സ്മാർട്ട് വർക്ക് ചെയ്തിട്ട് ഓഫ് കോഴ്സ് അതിന് ആൾക്കാർക്ക് മടിയായി. ഇപ്പം പീപ്പിൾ വോണ്ട് ബിലീവ് ഇറ്റ്, ആരും വിശ്വസിക്കൂല. അപ്പൊ ഈവൻ ഞാൻ തന്നെ ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്തൊക്കെ ഞാൻ പറയും മക്കളെ നിങ്ങൾ പഠിക്കണം, കഷ്ടപ്പെടണം. അപ്പൊ ഇവരൊക്കെ പറയും മിസ് ഹാർഡ് വർക്ക് ചെയ്തിട്ടൊരു കാര്യമില്ല, സ്മാർട്ട് വർക്ക് അല്ലേ ഇപ്പൊ കാലത്ത് എല്ലാവരും സ്മാർട്ട് വർക്ക്. ഇത് വെറും കള്ളമാണ്. അതായത് നമ്മളുടെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് എല്ലാം ഇതാ. അതായത് നമ്മൾ കാണുന്നുണ്ടാവും, എടാ നിങ്ങൾ കഷ്ടപ്പെടണ്ട, നിങ്ങൾ ഇത് ചെയ്താൽ മതി. ഈ പറഞ്ഞ ആൾക്കാർ കുറെ കാലങ്ങളായിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഒരു സാധനമാണിത്. അപ്പൊ ഇതിന്റെ ഇടയിലുള്ള കഷ്ടപ്പാടോ അല്ലെങ്കിൽ ഇതിന്റെ ഇടയിലുള്ള ഹാർഡ് വർക്കോ നമ്മൾ കാണുന്നില്ല. നമ്മുടെ പ്രത്യേകത വെച്ചാൽ നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ കാണാൻ ഉദ്ദേശിക്കുന്നത് അത് മാത്രമേ നമുക്ക് സോഷ്യൽ മീഡിയ എല്ലായിട്ട് കാണിക്കും. അല്ലാണ്ട് അതിന്റെ പിന്നിൽ എത്രത്തോളം എഫേർട്ട് ഉണ്ട് എന്നുള്ളൊരു സാധനം നമ്മൾ മനസ്സിലാക്കുന്നില്ല, നമ്മൾ അറിയുന്നുമില്ല. പക്ഷെ പണ്ടത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു ഈ സോഷ്യൽ മീഡിയ ഇല്ലാത്തതുകൊണ്ട് കുറെ ആൾക്കാർ നേരിട്ട് കണ്ട് നേരിട്ട് പറഞ്ഞുള്ള ഒരു അനുഭവം വെച്ചിട്ട് എല്ലാവർക്കും മനസ്സിലാവും ഇയാൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ്. പക്ഷെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു 60 സെക്കൻഡിൽ ഒതുക്കാൻ പറ്റുന്ന രീതിയിൽ ആൾക്കാർ അവരുടെ ലൈഫ് കാണിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു സംരംഭത്തിന്റെ അല്ലെങ്കിൽ അവരുടെ ഒരു ലൈഫിന്റെ ഒരു പിക്ചർ കാണിക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഇതെന്ത് സിമ്പിളാ, ഞാൻ ഇങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞാൽ എനിക്കിത് പറ്റില്ലോ എന്നുള്ളൊരു തോട്ടാണ് മനുഷ്യന്മാർക്ക്. ഓഫ്കോഴ്സ് ആ ഒരു ലേസിനെസ്, ഇപ്പം ഞാൻ ഇവിടെ വായിച്ചിട്ടുണ്ട്, ലേസിനെസ് പ്ലസ് ഡിഗ്രി ഈസ് ഈക്വൽ ടു അൺഎംപ്ലോയ്മെന്റ് എന്നാണ്. ആ ഒരു മോഡലിലേക്കാണ് ഇപ്പൊ നമ്മൾ ഈ ഒരു സോഷ്യൽ മീഡിയയെ പറ്റി നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ നമ്മൾ ഇപ്പൊ സംസാരിക്കാൻ കാരണം അല്ലെങ്കിൽ നമ്മളിപ്പോ സംസാരം അവർ കേൾക്കാൻ കാരണം പോലെ ഈ സോഷ്യൽ മീഡിയ എത്രത്തോളമാണ് ഇപ്പൊ സോഷ്യൽ മീഡിയ ആസ് ഒരു പേഴ്സണൽ ബ്രാൻഡിങ് ആ രീതിയിൽ ഇപ്പൊ പേഴ്സണൽ ബ്രാൻഡിങ് ഇപ്പം ഈ കാലത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഇപ്പം മൊത്തം നമ്മളുടെ വേൾഡ് ഒരു ഡിജിറ്റൽ വേൾഡിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന സമയം നമ്മൾ എന്താ പറയാ എന്തെന്ന് പറയാറില്ലേ, വട്ടണം അതേപോലെയാണ് ഇത്. അതായത് നാട് ഓടുമ്പോൾ നടുവേ ഓടണം എന്ന് പറഞ്ഞ മാതിരി നമ്മളിത് എല്ലാ കാലത്തും ഒരുപോലെ ഇരുന്ന് കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് നമുക്ക് ഗ്രോത്ത് ഉണ്ടാവില്ല. അപ്പം മാറുന്ന ലോകമാണ്, അപ്പം ഇപ്പം മാറുന്ന ടെക്നോളജിയാണ്. അപ്പം അതിനനുസരിച്ച് നമ്മൾ ഗ്രോ ചെയ്യാൻ റെഡി അല്ല എന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് നമ്മൾ എന്തായാലും മടിയിലായി പോകും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മളെ ടെക്നോളജിക്കലി അഡ്വാൻസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് ഈ ഒരു ലോകത്ത് നമുക്ക് പിടിച്ചേക്കാൻ പറ്റുള്ളൂ. അത് പിന്നെ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുകയാണെങ്കിലും ഈവൻ ഇഫ് ഇറ്റ് ഇസ് എൻ എംപ്ലോയ്. അപ്പോൾ ഈവൻ ഞാൻ തന്നെ ഇപ്പം എൻ്റെ പേഴ്സണൽ ബ്രാൻഡിങ് നമ്മളെ പേഴ്സണലി ബ്രാൻഡ് ചെയ്യുന്ന സമയത്ത് എൻ്റെ കമ്പനി
ഇപ്പോൾ എന്നെ വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ വിചാരിക്കാം ഓക്കെ ഓളേതായാലും 4 വീഡിയോസ് ഇടുന്നുണ്ട്, ഒരു പരസ്യം എന്തെങ്കിലും കിട്ടും, ആ ഒരു മോഡലേക്ക് മാറും. അപ്പം നമ്മളെപ്പോഴും നമ്മളെ ഇറീപ്ലേസബിൾ ആക്കി വെക്കുക എന്നുള്ളതാണ്. നമ്മളൊക്കെ എപ്പോഴും റീപ്ലേസബിളാണ്. കാരണം ഇഷ്ടംപോലെ കുട്ടികൾ ജനിച്ച് വളരുന്നുണ്ട്, അവർക്കൊക്കെ സ്കില്ലുള്ള ആൾക്കാരുണ്ടാവും. അപ്പം നമ്മളൊക്കെ ഇപ്പോൾ ഈ പറയുന്ന സാധനങ്ങളിൽ നിന്നൊക്കെ നമ്മളെ റീപ്ലേസ് ചെയ്യാൻ എളുപ്പമാണ്. പക്ഷെ അവിടെ നമുക്ക് ആഡഡ് അഡ്വാൻറ്റേജസ് ഉണ്ടാകുമ്പോഴാണ് നമ്മളൊരിക്കലും റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് നമ്മൾ മാറാം. അപ്പം ഇപ്പോഴത്തെ ആൾക്കാരുടെ വിചാരം, സംഭവം നേരത്തെ പറഞ്ഞ സാധനം ശരിയാണ്, പഠിച്ചിട്ട് കാര്യമില്ലല്ലോ എന്നുള്ളൊരു സാധനം. പക്ഷെ പഠിച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്നത് വെറുതെ പഠിച്ചിട്ട് കാര്യമില്ല. ഇപ്പോഴത്തെ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയ സമയത്ത് ഇപ്പം നിങ്ങളൊരു കമ്പനിയിൽ കയറാണ്, നിങ്ങൾക്ക് ChatGPT എങ്ങനെ യൂസ് ചെയ്യാമെന്ന് കൂടെ അറിയില്ല, ഓഫ് കോഴ്സ് നിങ്ങൾ ആ കമ്പനി ഹയർ ചെയ്യാൻ പോലും പോകുന്നില്ല. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ChatGPT ഉണ്ട്, പക്ഷെ ChatGPT യൂസ് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പണി പോകും. അപ്പോൾ എല്ലാവരും പറയുന്നൊരു സാധനം AI വന്നില്ല, എല്ലാവരുടെയും ജോലി പോകില്ലേ. AI വരും, ജോലി പോവും. AI എങ്ങനെ ഉപയോഗിക്കാൻ അറിയാത്തവർക്ക് ജോലി പോവും, അല്ലാണ്ട് AI ഉപയോഗിക്കാൻ അറിയുന്നവർക്ക് ജോലി ഉണ്ടോ? അപ്പോൾ ആ ഒരു ലെവലിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ലൈഫ് ലോങ് ഒരു ലേണേഴ്സ് ആയിരിക്കണം. ദിവസവും നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കണം. പണ്ടത്തെ പോലെയല്ലേ, ഇപ്പം നമുക്കൊക്കെ ഇഷ്ടംപോലെ റിസോഴ്സസാണ്. നമുക്ക് യൂട്യൂബ് തുറന്നാൽ അല്ലെങ്കിൽ ഓവർലോഡാണ്. നമുക്കത് കറക്റ്റായിട്ട്, അതായത് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയനെ നമുക്ക് 2 രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം വേണമെങ്കിൽ നമുക്ക് എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് മാത്രം ഒരു 90% ആൾക്കാരും ചെയ്യുന്ന പോലെ. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കതിൽ നിന്ന് കുറേ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കിട്ടാനുണ്ട്. അപ്പോൾ ആ ഒരു പോസിറ്റീവ് രീതിയിൽ ഇപ്പോൾ മണി മേക്കിംഗ് രീതിയിലേക്കൊക്കെ നമുക്ക് സോഷ്യൽ മീഡിയനെ ഉപയോഗിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അവിടെ മാത്രമേ ഒരു പോയിന്റ് ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കൺസ്യൂമേഴ്സാണ്. എന്നോട് എൻ്റെ ഹസ്ബൻഡ് ആ സമയത്ത് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നീ വെറും ഒരു കൺസ്യൂമർ ആവല്ലേ, നീ ഒരു പിന്നെന്താ പറയുക ഏണർ ആവുന്നുള്ള രീതിയിൽ എൻ്റെ അടുത്ത് പറയാറുണ്ട്. അപ്പം നമ്മളൊക്കെ കൺസ്യൂമേഴ്സാണ്. കുറേ ആൾക്കാർ ലൈക്ക് നമ്മൾ റീൽസ് കണ്ടുകൊണ്ടിരിക്കുന്നു, നമ്മളിതിങ്ങനെ കൺസ്യൂം ചെയ്യുന്നു, നമ്മളിങ്ങനെ ഈ ഇൻഫർമേഷൻ കൺസ്യൂം ചെയ്യുന്നതല്ലാണ്ട് അതിൽ വെച്ചിട്ട് അതിൽ നിന്ന് എങ്ങനെ ഒരു മണി മേക്കിംഗ് സാധനം കൊണ്ടുവരാന്നുള്ളത് ആരും ചിന്തിക്കുന്നില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സക്സസ് സ്റ്റോറീസ് കാണുന്ന ആൾക്കാരുണ്ടാവും. ശരിയാണ്, കുറേ ആൾക്കാർ ചിലപ്പോൾ പഠിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവർ ചിലപ്പം ഈ ഒരു ഓൺലൈൻ ബിസിനസ്സിലൂടെ ചിലപ്പം സക്സസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. ഇവരുടെ ലൈഫ് കാണുമ്പോഴും ആൾക്കാരെന്താ വിചാരിക്കുന്നത്, ഹായ് ഇവൻ സക്സസ് ആയില്ല, എന്നിട്ട് ഇവർ പിന്നെയും വെറുതെ ഇരിക്കുകയാണ്, ഇവരൊന്നും ചെയ്യുന്നൊന്നുമില്ല. പക്ഷെ അവരുടെ സക്സസ് സ്റ്റോറീസ് നമ്മൾ കാണാന്നല്ലാണ്ട് അതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ എടുക്കണം. അപ്പോൾ ഒരാളുടെ ഫെയിലിയർ സ്റ്റോറി നമ്മൾ കാണുമ്പോൾ അയാൾ തെറ്റ് ചെയ്തു, അപ്പോൾ അയാൾ ചെയ്ത തെറ്റുകൾ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ഓക്കെ ഇത് ഈ മിസ്റ്റേക്സ് നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ ഇയാളൊരു സക്സസ് സ്റ്റോറിയിലേക്ക് എത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു പോക്കറ്റ് മണി ഉണ്ടാക്കാൻ ഒരു പണിയില്ല, സിമ്പിളായിട്ട് ഒരു പൈസ മുടക്കില്ലാണ്ട് നമുക്ക് ടീഷർട്ട് ബിസിനസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ വലിയ കാര്യത്തിൽ കാണും, ഈവൻ ആ വെബ്സൈറ്റ് പോയി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാനുള്ളൊരു മനോഭാവം കൂടി നമുക്ക് വരില്ല. അപ്പം ആ ഒരു മോഡിൽ നിന്ന് നമ്മൾ മാറാണ്ട് ഈ ഒരു ഇതിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് ആ ഒരു മടി എന്നുള്ള ഫാക്ടർ ഭയങ്കരമാണ്. നമ്മളൊരു കംഫർട്ട് സോണിൽ ഇങ്ങനെ ഇരുന്നിരുന്നിരുന്നിരുന്നിരുന്ന് ഇങ്ങനെ പോയി അങ്ങനെ തീരുന്നുള്ളൂ. ശരിക്കും ഈ കംഫർട്ട് സോൺ എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും പലരും പല രീതിയിൽ ഈ കംഫർട്ട് സോണിനെ കാണുന്നത്. കംഫർട്ട് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമുക്ക് ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്. ഇപ്പം നമ്മളൊരു എന്താ പറയുക ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് വേറൊരു കമ്പനിയിൽ നിന്നൊരു ബെറ്റർ ഓഫർ വരുന്നു. അപ്പോൾ ഈ കമ്പനിയിൽ നിന്ന് നമുക്ക് പോകാൻ തോന്നുന്നില്ല. പോകാൻ തോന്നുന്നതിന് 2 റീസൺ ഉണ്ടാവാം. ഒന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാർക്കും, ഒട്ടുമിക്ക ആൾക്കാരുള്ളത് എൻ്റെ ഫ്രണ്ട്സൊക്കെ എവിടെയാണ്, എനിക്ക് കുറച്ചും കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബെറ്റർ എവിടെയാണ് എന്നൊക്കെയുള്ള രീതിയിൽ. ഇപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ നാട്ടിൽ വർക്ക് ചെയ്യുന്ന ആൾക്ക് പുറത്തൊരു ജോലി നല്ലൊരു ഓഫർ കിട്ടുന്നു. അപ്പോൾ ആൾ വിചാരിക്കുക എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നാടും വീടും വിടണം, അല്ലെങ്കിൽ ഉമ്മാനോ ഉപ്പാനെ കാണാൻ പറ്റില്ല, എൻ്റെ ഫ്രണ്ട്സിനെ കാണാൻ പറ്റില്ല. അതാണ് കംഫർട്ട് സോൺ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഹാബിറ്റിനെ കംഫർട്ടാക്കുന്ന ഒരു ഏരിയ ആണ്. നേരെ മറിച്ചിട്ട് ആളുടെ കംഫർട്ട് എന്ന് പറയുന്നത് അവിടുത്തെ വർക്ക് കൾച്ചർ ഇസ് നോട്ട് ഗുഡ്, എനിക്ക് ഇവിടുത്തെ വർക്ക് കൾച്ചർ ഇഷ്ടമാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ കമ്പനി തന്നെ സ്റ്റേ ചെയ്യാന്നുണ്ടെങ്കിൽ ആൾ കംഫർട്ട് സോണിലല്ല, ആൾക്ക് ഭയങ്കര ഗ്രോത്ത് ഉണ്ടാവും. നേരെ മറിച്ച് നമ്മൾ എനിക്ക് സംസാരിക്കാൻ ഇതാ സുഖം, അല്ലെങ്കിൽ എനിക്ക് എന്താ പറയുക ഞാനായിട്ട് നിൽക്കാൻ എൻ്റെ ഒരു എനിക്കിതിൽ ഇവിടെ ഈ ഒരു കംഫർട്ട് സോൺ അല്ലെങ്കിൽ ആ ഒരു സോണിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് പുതിയതായിട്ട് കാര്യങ്ങളൊന്നും ചെയ്യേണ്ടി വരില്ല. അതാണ് നമ്മൾ കംഫർട്ട് സോണായിട്ട് പറയാം. കാരണം കംഫർട്ട് സോണിൽ പുറത്തെടുക്കുക എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് നമ്മൾ അതുവരെ ചെയ്ത കാര്യങ്ങളൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കണം. അപ്പം നമ്മളിവിടെ കൂടുതൽ എഫേർട്ട് ഇടണം, അത് ആൾക്കാർക്ക് ഇഷ്ടമല്ല. അപ്പോൾ പീപ്പിൾ വിൽ ബി സ്റ്റേയിങ് ലൈക്ക് ഓക്കെ ഞാൻ ഇവിടെ നിന്നോളാം, പ്രശ്നമൊന്നുമില്ലല്ലോ, എനിക്കിതൊക്കെ മതി, ആ ഒരു സാധനമാണ്. ഞാൻ കുറച്ചുകൂടി ഒരു വുമണിസ്റ്റിക് പെർസ്പെക്റ്റീവിൽ പോവാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞു ആളുകളുടെ മാറ്റങ്ങളെ പറ്റി പറഞ്ഞു, ചേഞ്ചിനെ പറ്റി പറഞ്ഞു. പക്ഷെ ഇത് എത്രത്തോളം ഒരു വുമൺ പെർസ്പെക്റ്റീവിൽ ആസ് എ ഒരു വുമൺ, ഇപ്പൊ ഞാനിവിടെ ഒരു ജെൻഡർ ബയാസ് കാണിക്കല്ല, നമ്മൾ പറയുമ്പോൾ ഭയങ്കര വിഷയത്തെ എത്രത്തോളം ഇവർക്ക് ഇത് വർക്ക് ആവുന്നുണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്നോടത് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഒരു കറക്റ്റ് ആൻസറില്ല. കാരണം ഞാൻ പറയുമ്പം എനിത്തിങ് ഇസ് പോസിബിൾ ഫോർ എ വുമൺ എന്നൊരു അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ കേട്ടോ. കാരണം ഈവൻ ഞാനിവിടെ രാത്രി 2 മണിക്കും 3 മണിക്കും 5 മണിക്കും ഒക്കെ ഇവിടെ യൂട്യൂബ് ലൈവ് എടുക്കുന്ന ഒരാളാണ്. പക്ഷേ എനിക്കതിൽ എന്താ പറയുക, ഞാനൊരു മാരീഡ് വുമണാണ്, എനിക്കൊരു കുട്ടിയുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിലൊരു 90% എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയുടെ സപ്പോർട്ട് അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആസ് എ വുമൺ ഈ ആ ഒരാൾക്കൊരു നമ്മളിപ്പോൾ ഫെമിനിസം ഒക്കെ പറയുന്നുണ്ടെങ്കിലും
കുറേ ആൾക്കാർ ഇതിന്ന് പുറത്ത് കിടക്കാൻ ആഗ്രഹിക്കാത്ത ഒരാൾക്കാരാണ്. ഇപ്പം കുറേ ആൾക്കാർ ഇതേപോലെ കല്യാണം കഴിയുന്നു, ചിലപ്പോൾ ഹസ്ബൻഡിന് എന്ത് ചെയ്യുന്നുണ്ടാവില്ല, ജോലിക്ക് പോകാൻ ഇഷ്ടം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇപ്പം എനിക്ക് തോന്നുന്നില്ല എൻ്റെ ഹസ്ബൻഡ് അല്ലാണ്ട് ഒരുവിധ ആൾക്കാരൊന്നും എന്ത് ചെയ്യില്ല, ഇതേപോലെ രാത്രി 2 മണിക്ക് 3 മണിക്കൊക്കെ വീട്ടിൽ കയറി വരിക എന്ന് പറയുന്നത് ചിലപ്പോൾ ഓർക്കൊന്നും വലിയ താല്പര്യമില്ലാത്ത കാര്യമായിരിക്കും. പക്ഷേ ഇറ്റ്സ് ഓക്കെ മൈ ഹൗസ് എന്നുണ്ടെങ്കിൽ അത് ഇറ്റ് ഷുഡ് ബി ഓക്കെ അറ്റ് അതേഴ്സ് ഹൗസ് ടു. അപ്പം അങ്ങനെ അല്ലാത്ത കുറേ ആൾക്കാരുണ്ട്. അപ്പം ഈ ആസ് എ വിമൺ ഓർക്കൊരു അഡ്വാൻസ്മെൻറ്റ് വേണം, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സൊസൈറ്റിയിലേക്ക് ഇറങ്ങണം, വലിയ നിലയിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അതിൽ ഫാമിലിയുടെ സപ്പോർട്ടിന് ഒരു 90% അപ്പോൾ അതില്ല എന്നുണ്ടെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് അവർ വിചാരിക്കുന്ന ഒരു സ്ഥലത്ത്. അടുത്ത് എനിക്ക് മെസ്സേജ് അയച്ച ആൾക്കാരുണ്ട്, എനിക്ക് കല്യാണം കഴിഞ്ഞു, ഞാൻ ഇരുന്നു പോയി, എനിക്കിനി പഠിക്കണം എന്ന് പറയുന്ന ആൾക്കാർ. അപ്പോൾ ഇവരോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ കല്യാണം കഴിക്കുന്ന സമയത്ത് ആളോട് സംസാരിക്കുക. ലൈക്ക് ഞാനൊക്കെ അങ്ങനെ ഇരുന്നു, എൻ്റെ കല്യാണം കഴിക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചിട്ടില്ല. നമ്മൾ ഈ കല്യാണം കഴിക്കുന്ന സമയത്ത് പറയും പഠിപ്പിക്കാം മറ്റേതൊക്കെ നമ്മൾ പറയും, ആഫ്റ്റർ ലൈഫിൽ മാറ്റം സംഭവിക്കുന്നുണ്ടോ? അത് നമ്മളോട് അവർ ഉറപ്പ് തന്നിട്ടുണ്ട്, നിങ്ങളെ ഞാൻ പഠിപ്പിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കാൻ പോകണോ. അപ്പൊ പിന്നെ നിങ്ങൾ ഓരോ അഭിപ്രായം നോക്കിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ കുടുംബം തെറ്റിക്കാൻ പറയല്ല. പക്ഷെ ഇപ്പൊ എന്നോട് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ പഠിച്ചോ, നീ എന്തായാലും ജോലിക്ക് പോകണം. അപ്പൊ ഇപ്പം ഇൻ കേസ് എൻ്റെ ഹസ്ബൻഡ് എന്നിട്ട് പറയണം നീ ഇനി മുതൽ ജോലിക്ക് പോകണം, ഞാൻ പറയും എന്തിനാ, നിങ്ങൾ എന്നോട് ഓൾറെഡി പറഞ്ഞ കാര്യമല്ലേ, നമ്മൾ പറഞ്ഞ് എഗ്രി ചെയ്ത കാര്യമാണ്, നീ ജോലിക്ക് പോയിക്കോ എന്നുള്ളത് ഓൾറെഡി നമ്മൾ പറഞ്ഞ് സെറ്റാക്കിയ കാര്യമാണ്. അതെന്തായാലും എനിക്ക് മാറ്റാൻ പറ്റില്ല. നമുക്ക് കുറച്ചും കൂടെ നമ്മളുടേതായ നിലപാട് ഉണ്ടാവുക എന്നുള്ളത് ഒരു ട്രൂത്താണ് കേട്ടോ. പക്ഷെ നിലപാട് കൊണ്ട് ഒരു കുടുംബം തകരാന്നുള്ളത് ഞാൻ പറയില്ല. പക്ഷേ അതെനിക്ക് തോന്നുന്നു നമുക്കൊരു നമ്മളുടേതായ നിലപാട് ഒരു കുടുംബം തകരാതെ തന്നെ നമുക്കത് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. നമ്മളെ കാര്യങ്ങൾ കൺവേ ചെയ്താൽ മതി. അത് അതിൻ്റെതായ രീതിയിൽ ഒരാളടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ആ ഒരു പ്രശ്നങ്ങൾ കുറെയൊക്കെ ഇല്ലാണ്ടാവുന്നതാണ്. പിന്നെ വേറൊരു കാര്യം ഞാൻ പലപ്പോഴും കണ്ടുവരും, ചിലപ്പോൾ അവർ പഠിക്കുന്ന സമയത്ത് ദേ ആർ വെരി സ്മാർട്ട്. ഞാൻ എസ്പെഷ്യലി ലേഡീസിനെ പറ്റി അവർ പറഞ്ഞത്, അത് ഭയങ്കര സ്മാർട്ടായിരുന്നു. അവർ കല്യാണം കഴിച്ചു, അപ്പോഴും അവർ ഭയങ്കര സ്മാർട്ടാണ്. പിന്നെ അവർക്ക് നോർമലി അവരൊരു ഡെലിവറി കഴിഞ്ഞു, പിന്നെ അവർ എൻ്റെ കുട്ടിക്ക് ഒരു വയസ്സാവട്ടെ, ഒരു 2 വയസ്സാവട്ടെ, അതിന് അവർ വെയിറ്റ് ചെയ്യുന്നു. ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, 2 years ഗ്യാപ്പ്, ആ ഗ്യാപ്പിൽ അവര് സ്റ്റെക്കായി പോകുന്ന ആളുകളുണ്ട്. അപ്പൊ നല്ല പൊട്ടൻഷ്യൽ ആളുകളാണ്. അതായത് ഞാൻ എൻ്റെ ലൈഫ് വെച്ച് പറഞ്ഞുതരാം. അതായത് ഞാൻ ഇതേപോലെ 10 ഫുൾ A+ എടുത്ത കുട്ടിയാണ്. +2 എനിക്ക് 96% മാർക്കുണ്ട്, ഫുൾ A+ ആണ്. ഇത് കഴിഞ്ഞ് ഞാൻ ഡിഗ്രി കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞു ഞാൻ പ്രഗ്നൻ്റ് ആയി. പിന്നെ ഞാൻ പഠിച്ചിട്ടില്ല. അപ്പോൾ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞ് മോന് 1 വയസ്സൊക്കെ ആയപ്പോഴേക്ക് ഞാൻ ഈ പറഞ്ഞ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. അതായത് ഐ വാസ് ലൈക്ക് കുട്ടീനെ നോക്കി വീട്ടിലിരിക്കുന്നു, രാവിലെ എണീക്കുന്നു, വീട്ടിലെ പണികൾ ചെയ്യുന്നു, കുട്ടീനെ നോക്കുന്നു, അവിടെ ഇരിക്കുന്നു. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ എനിക്ക് ചിലപ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആ സമയത്ത് എനിക്ക് മനസ്സിലായിട്ടില്ലേ ഇല്ല. പക്ഷേ എനിക്ക് ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, എന്ത് എൻ്റെ ഒരു ആവശ്യത്തിന് ഒരു 100 രൂപ എൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് എന്നെ കൊല്ലുന്നതിന് സമയമായിരുന്നു. അപ്പോൾ എനിക്കത് തീരെ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അത് ആ ഒരു തോട്ട് എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ബട്ട് സ്റ്റിൽ എനിക്ക് എന്താ പറയുക, ആ ഒരു ഡ്രീമോ കുറേ സാധനങ്ങളോ എനിക്ക് ഉണ്ടായിരുന്ന കുറേ തോട്ടുകളോ ഒക്കെ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. ആണ് നമ്മളെല്ലാവരും പറയലുണ്ട്. കാരണം നോർമലി പഠിക്കുന്ന കുട്ടികൾ പൊതുവേ എവിടെ എത്താറില്ല, പെൺകുട്ടികൾ അധികം കേട്ടോ. ഇതേപോലെ നന്നായിട്ട് പഠിക്കുന്ന കുറേ പെൺകുട്ടികളുണ്ട്, ഇവരധികം വീട്ടിൽ ഒതുങ്ങി കൂടുന്ന ടൈപ്പ് ആവാറാണ് സാധ്യത. അതിൻ്റെ റീസൺ ഇതാണ്, അവരൊക്കെ എനിക്ക് തോന്നുന്നു കുറേ കാലം അവർ കഷ്ടപ്പെട്ട് പഠിക്കുന്നു, പിന്നെ പെട്ടെന്ന് അവർ ഹസ്ബൻഡിൻ്റെ ചിലവിൽ ഒരു കംഫർട്ട് സോണിൽ എത്തുമ്പം അവരെന്താ പിന്നെ ഇവിടെ അങ്ങ് ഇരിക്കുക എന്നുള്ളൊരു തോട്ടിലെത്തുന്നതാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ, ഞാൻ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തിട്ടില്ല. പക്ഷേ എൻ്റെ കേസിൽ ഇതേപോലെ ഞാനങ്ങനെ ഒരു കംഫർട്ട് സോണിൽ എത്തി ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഞാൻ ആക്ച്വലി എനിക്കൊരു എൻലൈറ്റ്മെൻറ്റ് ബോധോദയം എന്നൊക്കെ വരുമല്ലോ, അതെൻ്റെ ഒരു മോൻ്റെ ഒരു 1.5 വയസ്സായ സമയത്താണ്. ഐ വാസ് ലൈക്ക് ഞാൻ എന്ത് ചെയ്ത് എനിക്കൊരു 5 രൂപേൻ്റെ മുട്ടായി വാങ്ങണമെങ്കിൽ ഞാൻ 100 രൂപ ഹസ്ബൻഡ് അല്ലെങ്കിൽ 5 രൂപ ഹസ്ബൻഡിനോട് ചോദിക്കണ്ടേ, അതെനിക്ക് തീരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് കേട്ടോ. എൻ്റെ മനസ്സിൽ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ, ഐ ഷുഡ് നീഡ് എ ജോബ്. അപ്പം പെട്ടെന്ന് ചിലപ്പോൾ എനിക്ക് മോനെ ഇട്ട് വെച്ചിട്ട് അല്ലെങ്കിൽ കുട്ടീനെ വെച്ചിട്ട് എനിക്ക് പോകാൻ പറ്റുന്ന വരില്ല. അതിപ്പം നമുക്കിതൊന്നും ചെയ്യാനില്ല. ലൈക്ക് ഇപ്പോൾ ഒരു കുട്ടീനെ പ്രസവിക്കണം എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ആണുങ്ങൾക്ക് ഇതിനെ കൊണ്ട് പറ്റില്ല. അപ്പോൾ പിന്നെ പെണ്ണുങ്ങൾ തന്നെ ഇതിന് ചെയ്യാന്നല്ലാണ്ട് അതിൽ നമുക്ക് വേറെ ഒരു ചേഞ്ചും വരുത്താനില്ല. അപ്പോൾ നമ്മൾ ഒരു കുട്ടീനെ പ്രസവിക്കാനോ അല്ലെങ്കിൽ ഇഫ് യു ആർ വില്ലിങ് ടു ഡെലിവർ എ ബേബി, ആ കുട്ടീനെ നോക്കാനും നമ്മൾ ബാധ്യസ്ഥരാണ്. കാരണം ഒരു കുട്ടീനെ നമ്മൾ വെറുതെ പോയിട്ടൊരു കുട്ടീനെ ഉണ്ടാക്കിയിട്ട് എന്നാൽ പിന്നെ നമ്മളെ പണിക്ക് പോവുക, അതെന്തായാലും ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ നമുക്കൊരു കുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ആ കുട്ടീനെ നോക്കുക, നല്ല നിലയിൽ നോക്കുക എന്നുള്ളത് ഓഫ് കോഴ്സ് നമ്മളുടെ ബാധ്യതയാണ്. അപ്പോൾ അത് ഒഴിവാക്കാനും പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇനീഷ്യലി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓൺലൈൻ ക്ലാസ്സസ് എടുക്കാൻ പറ്റും. കാരണം ആ സമയത്തൊക്കെ ആയപ്പോൾ കൊറോണ ടൈമിനാണ് എൻ്റെ ഡെലിവറി കഴിഞ്ഞ്. അപ്പോൾ ഓഫ് കോഴ്സ് എന്താണ് ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, നമുക്ക് ആവശ്യങ്ങളുണ്ടെങ്കിൽ അങ്ങോട്ട് പോയി ചോദിക്കണം, അത് ആരും തരൂല. ഈവൻ ഇപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ കമ്പനിയിൽ എന്നോട് എല്ലാവരും ചോദിക്കുന്നത് എനിക്ക് നല്ല സുഖമല്ലേ ഹസ്ബൻഡിൻ്റെ കമ്പനിയിൽ ചോദിക്കും. ഞാൻ പറഞ്ഞു എന്താ ഇത്, ഹസ്ബൻഡിന് ഒരു കമ്പനി ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിൽ തന്നെ ജോലിക്ക് പോയിക്കൊള്ളുന്നില്ല. അപ്പോൾ ഞാൻ ഇത്രയും കാലം എനിക്ക് തോന്നുന്നു ഇതുവരെ എവിടെ എത്തിയിട്ടില്ലെങ്കിലും ഇതിലൊന്നും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു കൈ പോലും ഇല്ല. അതായത് ആളെ എനിക്കിപ്പോൾ ഈവൻ ഒരു CV പോലും ഉണ്ടായി തന്നിട്ടില്ല.
അപ്പോൾ ആൾ എന്നെ ഒരു ഭയങ്കരമായിട്ട് നീ ഒറ്റക്ക് എല്ലാം കണ്ടുപിടിക്കണം എന്നുള്ള രീതിയിൽ എന്നെ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോയ ആളാണ്. ഞാൻ ആളോട് ഭയങ്കര താങ്ക്ഫുൾ ആണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇത് ഞാനിങ്ങനെ കുട്ടി ഉണ്ടായ സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ ക്ലാസ്സസ് എടുക്കാൻ തുടങ്ങി. അപ്പം എനിക്ക് അവരുടെ ചെറിയ പൈസ കിട്ടുന്നുണ്ട്, പക്ഷെ എൻ്റെ ആവശ്യങ്ങൾ കഴിയുന്നുണ്ട്. കാരണം ഞാൻ വീട്ടിൽ തന്നെ നിൽക്കുന്ന ഒരാളായതുകൊണ്ട് എൻ്റെ ആവശ്യങ്ങൾ കഴിയും. അപ്പോൾ കുറച്ചുകൊണ്ട് കഴിഞ്ഞപ്പം ഒരു മോനൊരു ഒരു ഒരു 1.25 വയസ്സൊക്കെ ആയ സമയത്താണ് ഞാൻ വേറൊരു കമ്പനിയിലേക്ക് വെറുതെ ഒരു വാക്കൻസി കണ്ടപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്നാൽ പിന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ അവരെന്നെ വിളിക്കുന്നു. അങ്ങനെ ഞാൻ വാസ് ലൈക്ക് എന്നാ പോവാം. അപ്പം ഞാൻ വീട്ടിൽ പറഞ്ഞ സമയത്ത് ഹസ്ബൻഡിൻ്റെ ഉമ്മ എന്നെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആളെന്നോട് പറഞ്ഞു ഇനി പോക്കോ ഞാൻ നോക്കിക്കോളാം മോനെ എന്നുള്ളത്. പക്ഷെ ആ ഒരു സാധനം ഇല്ലാത്ത ഒരാൾക്ക് ഇത് എങ്ങനെ വർക്കൗട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇപ്പം കുറേ ഇതുണ്ട് കേട്ടോ. അതായത് ഡേ കെയർ ഉണ്ട്, നമുക്ക് ഡേ കെയറിലാക്കാം, അങ്ങനത്തെ ബേബി സിറ്റിങ്ങിന് ആൾക്കാരെ കിട്ടുന്നുള്ളതൊക്കെ ഒരു പോയിന്റാണ്. പക്ഷെ എനിക്ക് ഓഫ് കോഴ്സ് ഉമ്മ ആ സമയത്ത് തന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഉമ്മ എന്നോട് പറഞ്ഞു ഞാൻ നോക്കിക്കോളാം നീ പൊക്കോ. അപ്പോൾ ഇനി രാവിലെ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ ജോബ് ഓഫർ ആക്സെപ്റ്റ് ചെയ്യുന്നു, അങ്ങനെ കമ്പനിയിൽ കയറുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇത് തുടങ്ങുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് കരിയർ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഓഫ് കോഴ്സ് ഞാൻ ഇവിടെ ഒന്നും എത്തൂലേ, ഉറപ്പാത്. അപ്പോൾ ആ ഒരു അതായത് നമ്മൾ ആ തോട്ട് വരുന്ന മൊമെൻറ്റിൽ എങ്ങനെ ആക്ട് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും. അപ്പം അതിൽ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്, സൊസൈറ്റിയുടെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ഇത് പറയുമ്പോൾ തന്നെ നമുക്ക് താഴെ നല്ല പൊങ്കാല വരും, ഫെമിനിസം അത് ഇത്. പക്ഷെ അതിലൊന്നും ഞാൻ എതിരല്ല. പക്ഷെ ഫെമിനിസം ഈസ് എ ഡിഫറെൻറ്റ് ആസ്പെക്ട്, ലൈക്ക് നമുക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നൊരു സാധനമേ അല്ല അത്. ലൈക്ക് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഇപ്പം കുട്ടീനെ പ്രസവിക്കുക ഒരിക്കലും ഒരു ആണിന് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ പിന്നെ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. നമ്മൾ ഇപ്പോഴും മനസ്സിലായതൊക്കെ നമ്മുടെ മൈൻഡ് സെറ്റാ. അതെ, ഓഫ് കോഴ്സ്. കാരണം ഇപ്പോഴത്തെ ഞാൻ പണ്ട് പ്രിയങ്ക ചോപ്ര പറഞ്ഞൊരു കാര്യം കേട്ടിട്ടുണ്ട്. അതായത് മെൻ ആൻഡ് വുമൺ ആർ ഫിസിയോളജിക്കലി ഡിഫറെൻറ്റ്. ഓഫ് കോഴ്സ് അത് നമ്മൾ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ അവിടെ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നതിൽ മാത്രമായിരിക്കണം ഫെമിനിസത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. അല്ലാണ്ട് പെണ്ണുങ്ങൾ അങ്ങനെ ഇരിക്കുന്നു ഇങ്ങനെ ആ ഒരു സാധനത്തിലേക്ക് ഫെമിനിസത്തും കൊണ്ടുവരരുത് എന്നുള്ളൊരു ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. ലൈക്ക് ഈ ഓപ്പർച്യൂണിറ്റീസ് ഷുഡ് ബി ഈക്വൽ. ഇപ്പം എനിക്ക് വീട് നോക്കാൻ പറ്റും, കുട്ടീനെ നോക്കാൻ പറ്റും, ആസ് എ സെയിം ടൈം എനിക്ക് നല്ലൊരു എംപ്ലോയി ആകാൻ പറ്റും, എനിക്ക് വേണമെങ്കിൽ ഒരു കമ്പനി തുടങ്ങാൻ പറ്റും, ഐ ക്യാൻ ബി സി യു. ആ ഒരു മോഡലിലേക്ക് ആൾക്കാർ മാറണം. അല്ലാണ്ട് ഇപ്പം നീ വീട്ടിൽ തന്നെ ഇരുന്നാൽ പോലെ നീ എന്താ കുട്ടീനെ നോക്കാത്തെ, ആ സാധനം ഒഴിവാക്കണം, അത്രയേ ഉള്ളൂ. പക്ഷേ ഈ ഒരു വർക്കിംഗ് വുമന്റെ ഒരു റൊട്ടീൻ എന്തായിരിക്കും? അത് ശരിക്കും അത് ഞാൻ പലപ്പോഴും എനിക്ക് എന്നെ എക്സൈറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് സാധനം. അപ്പോൾ ഇപ്പം ഞാനൊക്കെ ഈവൻ നമ്മളൊരു ബോയ്സ് ആകുമ്പോൾ സ്കൂളിൽ പോണ സമയം അല്ലെങ്കിൽ കോളേജിലേക്ക് എത്തുമ്പോഴും നമ്മൾ 10 മണിയൊക്കെ കടന്നവരെ ഉറങ്ങി നമ്മളൊരു പോണ സമയത്ത് അല്ലെങ്കിൽ കോളേജിലേക്കോ അല്ലെങ്കിൽ ഈവൻ ജോലിക്ക് വരെ ഇറങ്ങുന്ന സമയത്ത് കാണാം ഒരുപാട് അവരെല്ലാ പണിയും കഴിച്ച് നമ്മളെക്കാട്ടും എന്താണ് എനർജറ്റിക് അവരവിടെ ഉണ്ടാവും. ഞാൻ ഇങ്ങനെ വണ്ടർ ഇത് ഇവരെങ്ങനെ ഇതൊക്കെ മാനേജ് ചെയ്യുന്നു. ഇതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് അവർ വീട്ടിലെത്തുന്നു, വലിയൊരു ഫാമിലി ലീഡ് ചെയ്യുന്ന ആളവർ. അതെ, അത് ഈ വിമണിനുള്ള ഒരു പ്രത്യേക കഴിവാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഐ ഡോണ്ട് നോ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന ജെൻസ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. അത് ഓരോരുത്തരുടെ ഒരു ഇതനുസരിച്ചിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം എൻ്റെ കേസിൽ ഇതേപോലെ ഞാൻ മോനെ ഉമ്മാൻ്റെ അടുത്തിട്ട് ആക്കിയിട്ട് പോരുകയാണ്. അപ്പം ഞാൻ വീട്ടിലെ എല്ലാ പണികളും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ 9 മണിയാകുമ്പോൾ ഓഫീസിലെത്തുന്നു. തിരിച്ച് വൈകുന്നേരം പോകില്ല, ചിലപ്പോൾ രാത്രിയാവും. രാത്രി ചെന്ന് കഴിഞ്ഞാൽ ചില സമയത്ത് ഉമ്മ ഹെൽപ്പ് ചെയ്യാറുണ്ട്, ഹസ്ബൻഡ് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ആ ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഇല്ലാത്ത ഒരാൾക്കാണ് ഈ പറഞ്ഞ ഫ്രസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ വീട്ടിലൊരാളിപ്പം അതിപ്പം നമുക്കെല്ലാം ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം എൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ രാവിലെ എണീറ്റതിന് ശേഷം ഒരു വീട്ടിലെ എല്ലാ പണിയും ഞാൻ ചെയ്യും. ഞാൻ ജോലിക്ക് പോകും, തിരിച്ചു വരും, വീണ്ടും എനിക്ക് എല്ലാ പണിയും ചെയ്യാൻ പറ്റും. പക്ഷേ അതിൻ്റെ ഇടയിൽ നമുക്കൊരു ഹെൽപ്പിംഗ് ഹാൻഡ്സ് കിട്ടുമ്പം നമുക്ക് ഈ ഫ്രസ്ട്രേഷൻ ഉണ്ടാവില്ല. നേരെ മറിച്ച് ഒരു വർക്കിംഗ് വുമൺ ഒരു ഡിപ്രഷൻ സ്റ്റേജ്, ഒരു ഫ്രസ്ട്രേറ്റഡ് സ്റ്റേജിലേക്ക് പോകാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഇവരുടെ ഒരു ഡ്യൂട്ടി ആയിട്ട് മാറുമ്പോഴാണ്. ഇഫ് യു ഡൂയിങ് ഇറ്റ് വിത്ത് നമ്മളുടെ ഒരു ഇഷ്ടപ്രകാരമാണ്. ഇപ്പം എൻ്റെ കേസിൽ എനിക്ക് കുക്ക് ചെയ്യണം, എനിക്ക് ഇഷ്ടമാണ് കുക്ക് ചെയ്യുന്നത്. അപ്പം വീട്ടിലിപ്പം എനിക്കൊരു ഭക്ഷണം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അത് എനിക്ക് തന്നെ ചെയ്യണമെന്ന് ഭയങ്കര നിർബന്ധമാണ്. അത് എൻ്റെ ഇഷ്ടം കൊണ്ട് ഞാൻ ചെയ്യുന്നൊരു സാധനം. നേരെ മറിച്ച് അതെൻ്റെ ഡ്യൂട്ടി ആയിട്ട് മാറുമ്പോഴാണ് ഈ പറഞ്ഞ ഫെമിനിസം പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം അത് ഒരു ഡ്യൂട്ടി അല്ലാണ്ട് ഇപ്പം നമ്മളൊരാൾക്ക് ഇപ്പം എൻ്റെ ഹസ്ബൻഡിന് ഞാൻ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നു, ഐ ലവ് ദാറ്റ്. ആ ഒരു മോഡലിലേക്കാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അതെനിക്ക് കൊണ്ട് നിങ്ങൾ ജെൻസിനും അതിൽ കുറേ റോൾസ് ഉണ്ട് കേട്ടോ. ഞാനെപ്പോഴും വുമൻസിനെ മാത്രം അടിച്ചമർത്തി പറയുന്നില്ല, ഇതിൽ ജെൻസിനും കുറേ റോൾസ് ഉണ്ട്. ലൈക്ക് നിങ്ങളതൊരു ഭയങ്കര നിങ്ങൾ ഞാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. അതായത് ജെൻസ് ഒരു ഭയങ്കര എന്താ പറയുക റൂളിങ് മെൻറ്റാലിറ്റിയിലൊക്കെ വരികയാണെപ്പോഴാണ് ഈ പറഞ്ഞ ഇപ്പോഴത്തെ കുറേ ഡിവോഴ്സ് കേസസ് വാട്ട് എവർ ഒക്കെ സംഭവിക്കുന്നതിൻ്റെ റീസണാണ്. പിന്നെ നമ്മളുടെ ഒരു ഡ്യൂട്ടി അല്ല ശരിക്കും. നമ്മളൊരു ഇഷ്ടം കൊണ്ട് ചെയ്യുന്നൊരു കാര്യമാണെങ്കിൽ നമുക്കതിൽ മടുപ്പുണ്ടാവില്ല. പക്ഷെ നേരം പക്ഷേ അത് നിൻ്റെ ഡ്യൂട്ടി ആയിട്ട് മാറുമ്പോഴാണ് ഇപ്പം സ്ത്രീകൾക്കാണെങ്കിലും ഈ ഒരു കാര്യത്തിൽ ഭയങ്കര പ്രശ്നം വരുന്നത്. പക്ഷെ എത്രത്തോളം ഫാമിലീസ് ഇതിനെ ഈ ഒരു പെർസ്പെക്റ്റീവിൽ ഇല്ല, അതാണ് പ്രശ്നം. ഒരുവിധം ഫാമിലീസിന്റെ ഒക്കെ വിചാരം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ഹർ ഡ്യൂട്ടി, അത് അവള് ചെയ്യണം. നീ ജോലിക്ക് പോകണം, എന്നാ പിന്നെ നീ ഇവിടുത്തെ പണിയൊക്കെ ചെയ്തിട്ട് പോയാൽ മതി. ഈ ഒരു സാധനം ചോദിക്കുന്നത് ഞാൻ എപ്പോഴും ആലോചിക്കും. ഇപ്പോൾ ഒരാളിപ്പോ ഈവൻ ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ ഫാമിലിക്ക് വേറെ നമ്മൾ ബാക്കിയുള്ളവരെ പറ്റി പറയണ്ട.
ഇപ്പൊ നീ രാവിലെ ഇത്ര സമയത്ത് ജോലിക്ക് പോകുന്നുണ്ട്, നീ അല്ലെങ്കിൽ നമുക്കറിയാം ജോലിക്ക് പോകുമ്പോൾ നമ്മളൊരു ഏർണിങ്സ് ആയിട്ട് നമ്മൾ വരിക, അറ്റ് ദ എൻഡ് നമുക്ക് അത് ഉണ്ടായിരിക്കും. അപ്പൊ ഒരാള് നമുക്ക് പറയാം നമ്മുടെ ഫാമിലിക്ക് വേണ്ടി ഇന്നത് അവർ ചെയ്യുന്നുണ്ട്, എന്നാൽ ഇത് എനിക്ക് ചെയ്തുകൂടെ, ഈ സാധനം ഉണ്ടല്ലോ. ഇതൊരു വർക്കാണെങ്കിൽ നമ്മൾ പറഞ്ഞ എന്ത് ഫ്രസ്ട്രേഷൻ നമുക്ക് ഉണ്ടാകാം. അത് എന്താ പറയാ, ഫാമിലിയുടെ ഒരു എന്താ പറയാ ഒരു ഇന്റർപ്രിട്ടേഷൻ അതിൻ്റെ അകത്തുണ്ട് കേട്ടോ. ലൈക്ക് ഇപ്പം നമ്മൾ വീട്ടിൽ ജോലിയൊന്നും ചെയ്യുന്നില്ല. ലൈക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ, ഇതിന് എനിക്ക് പൊങ്കാലിട്ടോന്ന് എനിക്കറിയില്ല കേട്ടോ, അത് എൻ്റെ മാത്രം ഒരു പെർസ്പെക്റ്റീവാണ്. ഇപ്പം ഞാൻ വീട്ടിൽ നിൽക്കുന്ന ഒരാളാണ്, എൻ്റെ ഹസ്ബൻഡ് ജോലിക്ക് പോകും. അപ്പം പൊതുവേ ഇവിടെ സ്ത്രീകളൊക്കെ പറയാം, അതായത് ഈ ഒരു ഫെമിനിസം ഭാഗത്തേക്കുള്ള ആൾക്കാരൊക്കെ പറയുന്നൊരു കാര്യമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ പറയുക, നമുക്കത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, വൈ കാണ്ട് ഈ ഒരു ഹസ്ബൻഡ്സിനെ എന്തുകൊണ്ട് ഹെൽപ്പ് ചെയ്തുകൂടാ എന്നുള്ള രീതിയിൽ പറയാറുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ വിചാരിക്കും നമുക്ക് എന്തുകൊണ്ട് ജോലി ചെയ്തുകൂടാ, അല്ലല്ല, അതായത് വീട്ടിലെ ജോലി നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല, സ്ത്രീയാണ്, അപ്പൊ ഈ ജോലിക്ക് പോകുന്ന ഹസ്ബൻഡിന് എന്തുകൊണ്ട് ഹെൽപ്പ് ചെയ്തുകൂടാ. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ജോലിക്ക് പോകുന്ന ദിവസം നമുക്ക് വേറെ പണിയൊന്നുമില്ല. എന്റെ മാത്രം അഭിപ്രായമാണിത്. ഇത് ഒരാള് പ്രാക്ടീസ് ചെയ്തോളെന്ന് എനിക്ക് ഒരു നിർബന്ധമില്ല. ഞാൻ വിശ്വസിക്കുന്ന എന്റേതായ മാത്രം പ്രിൻസിപ്പിളാണ് കേട്ടോ. അപ്പൊ ഞാൻ വിചാരിക്കും ലൈക്ക് നമ്മൾ ഏതായാലും ജോലിക്ക് പോകുന്നില്ല, അവര് ഏൺ ചെയ്യുന്നുണ്ട്, അപ്പൊ അവർക്ക് പൈസ കിട്ടുന്നുണ്ട്, അവര് നമ്മളെ നോക്കുന്നുണ്ട്, നമ്മളെ ചെലവിനും കാര്യങ്ങളൊക്കെ അവർ തന്നെയാണ് നോക്കുന്നത്. അപ്പൊ പിന്നെ എന്തുകൊണ്ട് നമുക്ക് ആ ഒരു വീട്ടിലെ ജോലികൾ ചെയ്തുകൂടാ എന്നുള്ളൊരു പോയിന്റുള്ള ഒരാളാണ് ഞാൻ. നേരെ മറിച്ച് ഞാൻ ജോലിക്ക് പോവാണ്, എന്റെ ഹസ്ബൻഡും ജോലിക്ക് പോകുന്നുണ്ട്. അപ്പൊ എന്റെ ഹസ്ബൻഡ് പറയാണ് ഈ വീട്ടിലെ പണി മുഴുവൻ നീ തന്നെ ചെയ്യണം, അവിടെയാണ് പ്രശ്നമില്ല. ആ ഒരു സാധനം മാത്രം, അത് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ പ്രിൻസിപ്പിളാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ആ ഡ്യൂട്ടി ആയിട്ട് മാറുമ്പോഴാണ് ഇതിലൊക്കെ ഒരു പ്രശ്നം വരിക. ഇഫ് ഇറ്റ് ഇസ് ഒരു നോർമൽ, ലെറ്റ്സ് നോർമലൈസ് ഇറ്റ്. കാരണം ജെൻസിന് ഇത് ചെയ്തുകൂടായില്ല, പക്ഷെ എനിക്കറിയില്ല കേട്ടോ, വിമൻ മാനേജ് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഈവൻ സിംഗിൾ ഫാദേഴ്സ് ഒക്കെ ഉണ്ടാവും, മാനേജ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, പക്ഷെ എല്ലാവർക്കും അത് പറ്റിക്കൊള്ളുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അറ്റ് ദ എൻഡ് എനിക്ക് തോന്നുന്നു ഒരാളെ ഗ്രോത്തിന് ഫാമിലി ഭയങ്കര ഇമ്പോർട്ടൻസാ. ഒരാളെ ഇപ്പം ഞാൻ തന്നെ എനിക്ക് തോന്നുന്നു ഇതേപോലെ ചില ദിവസങ്ങളിൽ എനിക്ക് രാവിലെ ഞാൻ വൈകി എണീക്കും, അപ്പം എനിക്ക് സമയം ഉണ്ടാവില്ല. അപ്പം ഉമ്മ പറയും കുഴപ്പമില്ല നീ വിട്ടോ, പ്രശ്നമൊന്നുമില്ല. ആ ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് എനിക്ക് പറഞ്ഞ പോലെ എന്നെ എപ്പോഴോ കമ്പനിയിൽ നിന്ന് പുറത്താക്കും, ആ ഒരു മോഡലിലേക്ക് എത്തില്ല. അപ്പം അത് കുറേ ഭയങ്കര, ഞാൻ പറഞ്ഞു 90% ഫാമിലിക്ക് ഭയങ്കര ഇൻവോൾവ്മെന്റ് ഉണ്ട്. നമ്മളുടെ ഫാമിലി നമ്മൾക്ക് സപ്പോർട്ട് അല്ല എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾ വിചാരിക്കുന്നിടത്തൊന്നും നമുക്ക് എത്താൻ പറ്റില്ല. മണി ഓർ കംഫർട്ട്? മണി ഓർ കംഫർട്ട്? കംഫർട്ടിൽ മണി വരില്ല എന്നാണ് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് കേട്ടോ. ലൈക്ക് ഇഫ് യു സിറ്റിംഗ് ഇൻ എ കംഫർട്ട് സോൺ മണി വോണ്ട് കം. പൈസ വരൂല. People still confused. What is comfort zone? കംഫർട്ട് സോൺ എന്ന് ഞാൻ പറഞ്ഞില്ല, അതായത് നമുക്ക് പുതിയതായിട്ടൊന്നും ചെയ്യാൻ മടിയാണ്. നമ്മളിപ്പോൾ ഉള്ളത് എന്താണോ അത് കണ്ടിന്യൂ ചെയ്ത് പോവാം, ഓളത്തിനനുസരിച്ച് പോകാന്നറിയില്ല നമ്മൾ. അപ്പോഴാണ് നമ്മൾ കംഫർട്ട് സോണിൽ പോവാം. അതായത് നമ്മൾക്ക് ഇതിൽ കൂടുതലൊന്നും നമ്മളെ കൊണ്ട് ചെയ്യാനാവില്ല, നമ്മളോട്ട് ചെയ്യാൻ റെഡിയോ അല്ല, ചിന്തിക്കുന്നൊന്നുമില്ല. അപ്പോഴാണ് നമ്മൾ കംഫർട്ട് സോണിലാക്കപ്പെടുന്നത്. സോ എനിക്കും ആ ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, നമ്മൾ ഒന്നും ചിന്തിക്കാതെ, ഈവൻ ഞാൻ പലപ്പോഴും എനിക്ക് തോന്നുന്ന ഒരു കാര്യം, നമ്മൾ ഈവൻ ലീവ് എടുത്ത് വീട്ടിലിരിക്കുമ്പോൾ എനിക്ക് ചില സമയത്ത് പേടി തോന്നും, ഇന്ന് ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ഒന്നിനെ പറ്റി ചിന്തിക്കുന്നില്ല, ഇങ്ങോട്ട് വരുന്നില്ലല്ലോ, എന്തൊക്കെ പ്രശ്നമുണ്ടോ. എനിക്ക് ഈ സാധനം ഉണ്ടല്ലോ, നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയം, നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ലൈക്ക് ഇവിടെ എജു പോർട്ടലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ആകുമ്പോൾ നമുക്ക് ഫുൾ ടൈം നമ്മൾ എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുന്ന കുറച്ച് ആൾക്കാരാണ്. അപ്പോൾ ഈ ഇടയ്ക്ക് ഞാൻ 1 month ലീവ് എടുത്തു. അപ്പം ഞാൻ ഇരിക്കുന്ന സമയത്ത് ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ അല്ല ഞാൻ വെറുതെ ഇരിക്കാണല്ലോ, ചെയ്യാനില്ലല്ലോ, ആ ഒരു സാധനം വരില്ല. അപ്പോഴാണ് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ട്രേഡിങ് ഓടിക്കുന്നു, പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ അതാണ് നമുക്ക് വെറുതെ ഇരിക്കാൻ തോന്നരുത്. ഈ ഒരു പെർസ്പെക്റ്റീവിലാണ് ഞാൻ ട്യൂഷൻ നടത്തിയത്. ഞാൻ പിന്നെ ചില എനിക്കിങ്ങനെ അല്ലെ സീരിയസ്ലി, അപ്പോൾ എത്ര ആളുകൾ ഇതിനെ പോസിറ്റീവ് നെഗറ്റീവ് എനിക്കറിയില്ല. ചില ആളുകൾ ആഗ്രഹിക്കുന്നത് അവരുടെ ഇത്ര റിലാക്സ് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടോ, എല്ലാ ജോലി തിരക്ക് മാറ്റി വെച്ചിട്ട് വളരെ പേഴ്സണൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ എനിക്ക് പേഴ്സണലി നടക്കില്ല. അപ്പം ഞാൻ വീട്ടിലിരുന്നിട്ട് വെറുതെ ഇരിക്കുമ്പോൾ എനിക്ക് ടെൻഷനാണ്. അപ്പം ഞാൻ ചിലപ്പോൾ ഒരു വീഡിയോ ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, അത് ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത്, എൻ്റെ ഇൻസ്റ്റാ പ്രൊഫൈൽ സ്റ്റാർട്ട് ചെയ്ത്, ഈവൻ ഈ ഒരു ടോക്ക് സ്റ്റാർട്ട് ചെയ്ത് ഒക്കെ നമ്മുടെ ഒരു സമയം പോലും വെറുതെ എന്ത് ചെയ്യരുത്, കളയരുത് എന്നുള്ളൊരു അറിയോ. ഇപ്പൊ ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് സോഷ്യൽ മീഡിയയിലുള്ള എന്താ പറയാ ഈ ഒരു കണ്ടന്റ് ക്രിയേഷൻ എന്നുള്ള സാധനം. വെറുതെ ഒന്ന് ഫോൺ എടുത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു കണ്ടന്റ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ആ ഇൻസ്റ്റാഗ്രാം പേജ് ഭയങ്കര ഹിറ്റ് ആയി കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമുക്ക് ഇറ്റ്സ് എ മണി മേക്കിംഗ് ഫാക്ടർ. അതെന്തായാലും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. പൈസ വേണം, ഹാപ്പിനെസ്. ഈവൻ കമ്മിങ് ജനറേഷന് ഒരു അഡ്വൈസ് എന്ന രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ഇപ്പൊ നമ്മുടെ എന്തിനും ഈ ഒരു ബാക്കപ്പ് ഉണ്ട്, അല്ലെങ്കിൽ എന്തിനും ഇതിന്റെ ഒരു
അഡ്വാൻറ്റേജ് ഉണ്ട്. ഇപ്പൊ ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. നീ ആലോചിക്കും നമ്മളുടെ അതായത് നമ്മൾ ചെറുതാവുന്ന കാലത്തോ നമ്മളുടെ പേരൻസിന്റെ കാലത്തോ ഇവർക്ക് ഇങ്ങനത്തെ ഓപ്ഷൻ ഒന്നും ഇല്ല. ഒന്നെങ്കിൽ വല്ല ബിസിനസ്സിൽ പെട്ടുള്ള ഒരാളായിരിക്കണം, അല്ലെങ്കിൽ കൂലിപ്പണിക്ക് പോകേണ്ടി വരും, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പറഞ്ഞിട്ടുള്ള ജോലികൾ. പക്ഷെ ഇപ്പൊ ഈ ഓൺലൈൻ കാലഘട്ടത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് എത്രത്തോളം ജോബുകളാ പുതിയത് വന്നപ്പോ. ഞാനൊക്കെ ഓൺലൈൻ എഡ്യൂക്കേറ്റർ, നമ്മളെ സ്വപ്നത്തിൽ ഒരിക്കലും ഈവൻ ഞാൻ കൊറോണ സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ പേടിച്ചൊരു കാര്യം അടുത്ത വർഷം ഞാൻ എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് അത്രയും ടെൻഷൻ ഒരാളെ ഓഫ്ലൈൻ ടീച്ചേഴ്സ്. കാരണം നമുക്ക് അറിയില്ല അപ്പോഴാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നത്. ഈവൻ കഴിഞ്ഞൊരു 4 വർഷം കൊണ്ട് നമ്മുടെ ലൈഫ് എവിടെ എത്തി, എൻറ്റയർലി ഒരു 10x or 20x എന്താണ് ചേഞ്ച് സംഭവിച്ചത്. ഇപ്പോഴും 10th-ലോ 9th-ലോ ഞങ്ങൾക്കൊരു ഇംഗ്ലീഷിലൊരു ചാപ്റ്റർ ഉണ്ടായിരുന്നു ഇതേപോലെ ഇൻ 2015 എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ അതിൽ ഈ പറഞ്ഞ പോലെ കുട്ടി വീട്ടിലിരിക്കുന്നു, ഓൺലൈനായിട്ടാണ് കുട്ടി പഠിക്കുന്നത്, ഓൺലൈനായിട്ടാണ് കുട്ടി ഹോം. അപ്പൊ ഞാൻ അന്ന് ചോദിച്ചു ഇതൊക്കെ എങ്ങനെ സാധിക്കാനാ? പക്ഷെ ഇപ്പോഴാണ് അത് മനസ്സിലാവുന്നത് എനിത്തിങ് പോസിബിലിറ്റി. യെസ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പറഞ്ഞ് കുറെ കാര്യങ്ങൾ എത്തി. എന്താണ് ഐദ ഈ ഒരു പിന്നെ ഒരു വർക്കിംഗ് വുമന്റെ പാരന്റിങ്ങിനെ പറ്റി എന്താ പറയുന്നത്? അതെനിക്ക് തോന്നുന്നു നമുക്ക് ഭയങ്കര ഒരു റിഗ്രറ്റ് ഉണ്ടാവുന്ന ഒരു പോയിന്റ് ഒക്കെ വരും കേട്ടോ. അത് നമ്മളെ ഇത്രത്തോളം ഞാൻ പറഞ്ഞില്ലേ, നമ്മളെത്രത്തോളം നമ്മളെ മാനേജ് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മളെ തന്നെ മനസ്സിലാക്കുന്നോ അവിടെയാണ് പോയിന്റ്. ലൈക്ക് നമ്മൾ വിചാരിക്കുകയാണ് അയ്യോ ഞാനിപ്പോൾ എൻ്റെ മോനെ വീട്ടിലിട്ടച്ച് പോന്നു കഴിഞ്ഞാൽ ഓരോക്കെ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ നാട്ടുകാർ പറയും എനിക്ക് എൻ്റെ മോനോട് സ്നേഹമില്ലായിട്ടാണ്. ഇത് നോക്കി നിന്ന് കഴിഞ്ഞാൽ നമ്മളവിടെ നിൽക്കുള്ളൂ. അപ്പം കുറേയൊക്കെ നമ്മൾ കണ്ടില്ല കേട്ടില്ല നടിക്കേണ്ടി വരും. അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. പുറത്തുള്ള ആൾക്കാർ, അതായത് ഇപ്പം എന്നോട് തന്നെ ചോദിച്ച ആൾക്കാരുണ്ട്, നീ രാവിലെ പോകൂലേ, അപ്പൊ ആ കുട്ടി രാവിലെ മുതൽ വൈകുന്നേരം വരെ നിന്നെ കാണാൻ പറ്റുന്നില്ലല്ലോ. റൈറ്റ്, ഞാൻ എൻ്റെ മോനെ പ്രസവിച്ചു എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫുൾ ടൈം അവന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊരു നിർബന്ധമില്ല. അവനെ എനിക്ക് നന്നായിട്ട് നോക്കണം എന്നുണ്ടെങ്കിൽ ഞാനും ഹസ്ബൻഡും വർക്ക് ചെയ്യണം, ഞങ്ങൾ രണ്ടുപേരും പൈസ ഉണ്ടാക്കേണ്ടി വരും. സോ ഞാൻ വെറുതെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് എൻ്റെ ഡ്രീമിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. കുറച്ച് ഞങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളിപ്പം മക്കൾക്ക് വേണ്ടി നമ്മൾ വീട്ടിലിരിക്കുന്നു, അവരെ നോക്കി നമ്മൾ ഓരോ വളർത്തി വലുതാക്കി കുറച്ച് കണ്ട് കഴിയുമ്പോൾ നമ്മൾ മക്കളോട് പറയാണ് നിന്നെ നോക്കിയിട്ടാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയത് എന്ന് പറഞ്ഞാൽ നമ്മൾ മക്കളോട് ചോദിക്കും നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു വീട്ടിലിരിക്കാൻ. ഇത് ശരിക്കും ഇപ്പോഴത്തെ ഒരു നമ്മളൊന്നും വലിയ പാരന്റൽ എക്സ്പീരിയൻസ് ഉള്ള ആളല്ല, എന്നാലും കമ്മിങ് ജനറേഷൻ ആളുകൾ വരാൻ പോകുന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ കുട്ടികൾക്ക് വേണ്ടി നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട സമയം നിങ്ങൾ ഒന്നും ചെയ്യാതെ അവർക്ക് വേണ്ടി മാറ്റിക്കേണ്ട ആവശ്യം ഇന്നത്തെ കാലത്തില്ല ഒരു കാര്യം. കാരണം അവർക്ക് അവരുടേതായ രീതിയിൽ അല്ലെങ്കിൽ ഈവൻ ഇപ്പൊ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട എഡ്യൂക്കേഷൻ, അത് അവർക്ക് ഏറ്റവും ബെസ്റ്റ് കൊടുക്കാൻ പറ്റുന്ന എല്ലാ രീതിയിലും കൊടുക്കാൻ പറ്റുന്ന ഒരു സമയം നമ്മൾ അവിടെ വേണം നിർബന്ധമൊന്നും. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ വിലപ്പെട്ട സമയം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും എനിക്ക് സങ്കടമായ കാര്യം നമ്മളൊക്കെ ഈ പ്രായം ചെന്ന പാരന്റ്സ് അവരൊരു 55-60 ഏജിൽ എത്തുമ്പോൾ അവരുടെ അക്കൗണ്ട് 0 അവര് മക്കളെ ഡിപ്പെൻഡ് ചെയ്ത് കഴിയാം. അതെ, ഞാൻ എൻ്റെ ഉപ്പാനോട് പറയാറുണ്ട്, എൻ്റെ ഉപ്പാക്ക് അത്യാവശ്യം സ്വത്തൊക്കെ ഉണ്ട്, അപ്പൊ ഉപ്പാനോട് ഞാൻ പറയും നിങ്ങളതൊക്കെ വിറ്റിട്ട് എവിടെ വെച്ച് ടൂർ വെക്കോ. ഞാൻ പറഞ്ഞൊരു കാര്യം, പണ്ട് എന്റെ വൈഫിനോട് പറഞ്ഞു, പിന്നെ ഇപ്പൊ അങ്ങനെ ഒരു വീട് സ്ഥലമൊക്കെ നോക്കാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞ സമയത്ത് പറഞ്ഞു, പിന്നെ നിങ്ങളിപ്പോ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഒന്നും വേണ്ടേ, പറഞ്ഞു ഇപ്പൊ ഉള്ള സമയത്ത് എനിക്ക് എന്താ സഹായിക്കാൻ കഴിയുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ എന്റെ വാപ്പനെ പറയേണ്ടത്, എന്റെ വാപ്പ ഒരു സമയമുണ്ട് അല്ലെങ്കിൽ എന്താ ഒരു റിട്ടയർമെന്റ് സമയമുണ്ട്, അന്ന് മൂപ്പർക്ക് സന്തോഷിക്കാനുള്ള സാധനം ഇപ്പൊ ഉണ്ടാക്കിയൊക്കെ മൂപ്പരോട് പറയാം, നമുക്ക് ഇനിയും സമയമുണ്ട്. കാരണം ഒരു ഇപ്പോഴും അതിനെപ്പറ്റി ചിന്തിക്കാത്ത പാരന്റ്സ് ഉണ്ട്. അത് അവരുടെ മക്കളോടുള്ള സ്നേഹം അല്ലെങ്കിൽ എന്തോ ആണ്, പക്ഷെ അത് റോങ് ആണെന്ന് ഞാൻ പറയുള്ളൂ. അത് കുറെ ആൾക്കാർ അത് വീക്കാക്കും കേട്ടോ. എനിക്ക് തോന്നുന്നത് ഇപ്പം ഉപ്പാന്റെ ഉമ്മാന്റെ കയ്യിൽ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ മക്കൾക്ക് നമ്മൾ വിചാരിക്കുന്ന ഒരു ഗ്രോത്ത് ഉണ്ടാവുന്നതിലൊരു വിശ്വാസം എനിക്കില്ല. അപ്പം ഞാൻ നല്ല പൈസ ഉണ്ടാക്കി, എൻ്റെ ഹസ്ബൻഡ് നല്ല പൈസ ഉണ്ടാക്കി, എൻ്റെ മോൻ ഒരിക്കലും ആ ഒരു എന്താ പറയാ പൈസ ഉണ്ടാക്കണം, എങ്ങനെയെങ്കിലും ഞാൻ പൈസ ഉണ്ടാക്കും, ഐ വിൽ ബി റിച്ച് എന്നുള്ളൊരു തൊട്ട് വരികയില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ഹസ്ബൻഡും പൈസ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും ഇതെൻ്റെ മോനെ എന്നാ മോനെ പിടിച്ചോ നീ അങ്ങനെ ജീവിച്ചെന്നുള്ള രീതിയിലല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ എൻ്റെ മോനെ വളർത്താൻ ഉദ്ദേശിച്ച ഞാൻ ചിലപ്പോൾ ഒരു വിൽപത്രം വേണം എഴുതി വെക്കും, 35 വയസ്സ് കഴിഞ്ഞിട്ടും എൻ്റെ മോൻ ഗതി പിടിച്ചിട്ടില്ലെങ്കിൽ വേണം അവൻ ഉപയോഗിച്ചോട്ടെ. അല്ലാണ്ട് അവർക്കൊരു കംഫർട്ട് സോൺ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. ലൈക്ക് ഇപ്പോൾ പോസിറ്റീവ് പാരന്റിങ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വരാറുണ്ട് കേട്ടോ. ഇത് കുറേയൊക്കെ അവർ പറയുന്നത് ശരിയാണ്, പക്ഷെ കുറേയൊന്നും കാര്യത്തിൽ ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യാറില്ല. പിന്നെ നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടടുത്ത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം. ചിലപ്പോൾ അതൊരു അടിയിലൂടെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു അടിയൊക്കെ കൊടുക്കേണ്ടി വരും. കാരണം ഇപ്പോഴത്തെ കാലം അതാണ്. കാരണം നമ്മൾ കാണുന്നുണ്ട് നമ്മളുടെ സമയത്തൊന്നും ഇപ്പം നമ്മൾ കേൾക്കുന്ന ലഹരി അല്ലെങ്കിൽ ഡ്രഗ് കേസസിന്റെ 4-1 പോലും നമ്മളുടെ സമയത്തുണ്ടായിരുന്നില്ല. സ്റ്റിൽ ആൾക്കാർ പോസിറ്റീവ് പാരന്റിങ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നടക്കുന്നത്. എനിക്ക് മനസ്സിലാകുന്നില്ല ഇതിന്റെ റീസൺ എന്താണ്. ഇപ്പം ഈവൻ ഇപ്പം അടുത്ത് നമ്മൾ കണ്ടു 4ാം ക്ലാസ്സിലെ കുട്ടികൾ വരെ സിഗരറ്റ് വലിച്ചുകൊണ്ട് നടക്കുന്നത്. ഈ ഒരു ചേഞ്ച് ഇപ്പൊ ഞാൻ ഗുരുവായൂരപ്പൻ കോളേജിൽ പഠിച്ചു. അപ്പൊ ഞാൻ ഫസ്റ്റ് ഇയർ അവിടെ പഠിക്കുന്ന സമയത്ത് അവിടെ ഏറ്റവും അതായത് പിന്നെ റാഗിങ് ഗാങ്സ് ഒക്കെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന സമയം. അപ്പൊ ഞാൻ ഫസ്റ്റ് ഇയർ എത്തുമ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മ, ഞാൻ വളരെ പേടിച്ച് കോളേജ് പോയ സമയമുണ്ട്. അത് ഇവര് സീനിയേഴ്സ് കാണാതൊക്കെ. അപ്പൊ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇതേപോലെ സെക്കൻഡ് ഇയർ 3rd ഇയർ ആയപ്പോൾ ഞങ്ങളും ഇത് ടീം തന്നെ ഒബ്വിയസ്ലി നമ്മളോടൊക്കെ എത്തും. പക്ഷെ നമ്മളവിടെ പഠിച്ച് ഇറങ്ങിയ സമയത്ത്
പിന്നെ അല്ലെങ്കിൽ നമ്മുടെ അവിടുന്ന് എൻ്റെയൊക്കെ സൂപ്പർ അല്ലെങ്കിൽ ജൂനിയറായി വന്ന കുട്ടികൾ, ഫസ്റ്റ് ഇയർ വന്ന കുട്ടികളിൽ ഞാൻ കണ്ടൊരു മാറ്റം എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ ഒരു ഗ്യാങ്സിനോട് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ കോളേജിൽ എത്തുമ്പോൾ അവിടുത്തെ സെക്യൂരിറ്റീസ് ഒക്കെ പറഞ്ഞത് ഇപ്പം നിങ്ങളെ പഴയ അടിയും പിടിയൊന്നും ഇല്ലടാ, ഇപ്പൊ കുട്ടിക്ക് ഇതും അതും മതി. സത്യം, ഇത് ഇങ്ങനെ ഒരു ടോക്ക് മൊത്തത്തിലുണ്ട്. അപ്പൊ കുട്ടികൾക്ക് ആ ഒരു ഇത് മതി, ഇത് എവിടെയെങ്കിലൊക്കെ ലഹരി എന്തെങ്കിലുമൊക്കെ എടുക്കുക. ഞാൻ പഠിത്തം കണ്ട് പോകുമ്പോഴുണ്ട് ഒരു റോയൽ എൻഫീൽഡിന്റെ നമ്മളെ മറ്റൊരു സാധനം എന്തെങ്കിലും പേര് 350 ഒരു സ്റ്റാൻഡേർഡ് ഒരു ബൈക്ക് ഉണ്ടല്ലോ. അപ്പൊ ഞാനിങ്ങനെ ഹസ്ബൻഡോട് പറഞ്ഞു, പണ്ടൊക്കെ കാലത്ത് കുട്ടികളുടെ ഒക്കെ ഒരു ലഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ബുള്ളറ്റ് വാങ്ങാൻ, അതാണ് അവരുടെ ഒരു മെയിൻ എന്താ പറയുക ജീവിത ലക്ഷ്യം എന്നൊക്കെ നമ്മൾ പറയില്ല. അമ്മ അതിലൊരു കിക്കാണ് അവർക്ക് അത്. പക്ഷെ ഇപ്പത്തെ കുട്ടികൾക്ക് ഇതിനൊന്നും ആവശ്യമില്ല, എനിക്ക് തോന്നുന്നില്ല. ആ ബൈക്ക് എന്റെ ഒരു, പക്ഷെ അതൊക്കെ അവർക്ക് കിട്ടിയിട്ടാണെന്നുള്ള ഒരു തോട്ടം എനിക്ക്. ഇതെന്താ ഇതിന്റെ മെയിൻ വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പൊ അവർക്ക് ഒരു ബുദ്ധിമുട്ടില്ല, ലൈഫ് ഈസിയാ. പോയിട്ട് അത് കിട്ടും ഒരു മൊമെന്റിൽ ഇത് സ്റ്റോപ്പ് ആവും. ആ സ്റ്റോപ്പ് ആവുന്ന മൊമെന്റാണ് ഇവർക്ക് ഒരു 10-25 വയസ്സാണ് സമയം. അപ്പൊ ഇവര് മേലോട്ട് നോക്കുമ്പോ ഒന്നുമില്ല. ആ സമയത്താണ് ചിലപ്പോ ഇത് കൊടുത്ത പാരന്റിന് ഇവരെന്ത് ചെയ്യാ, തല്ല് കൊല്ലുക ചെയ്യുക, എടുത്തു പോകും. ഇതൊരു മൈൻഡ് സെറ്റാണ്. ഇതൊക്കെ നമ്മള് കമ്മിങ് ഈവൻ ഇപ്പൊ നമ്മളത് നമ്മുടെ വോയിസ് കേൾക്കുന്ന ആളുകൾ, ഇത് ആളുകൾക്ക് മൈൻഡിൽ സംഭവിക്കുന്ന കാര്യം നമ്മൾ വളരെ റീസൺ ഇത്തരം ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നത്. അപ്പൊ നമ്മുടെ ഈവൻ നിങ്ങളാണെങ്കിലും നിങ്ങൾ കേൾക്കുന്ന ആളുകൾക്ക് വയസ്സ് നിങ്ങളൊരു കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ മൈൻഡിൽ ഒരു തോട്ട് വേണം. നമ്മുടെ പാരൻസ് ഉണ്ടാക്കിയെങ്കിൽ നമുക്ക് നമ്മുടേതായ രീതിയിൽ ഏൺ ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടേതായ ഒരു പെർസ്പെക്റ്റീവ്, നമ്മുടേതായ ഒരു വേ ഓഫ് തിങ്കിങ് ഓർ സ്റ്റൈൽ നമുക്ക് വേണം, എങ്കിലേ നമുക്ക് നിലനിൽക്കാൻ കഴിയുള്ളൂ. പക്ഷെ നമ്മൾ പറഞ്ഞു ഈ ഫെയിലിയർനെസ് ആണല്ലോ, അത് മാൻഡേറ്ററിയാണ്, അത് എല്ലാവർക്കും ഉണ്ടാവും. അത് വേണമെന്ന് ഞാൻ പറയും. എങ്ങനെ നമ്മൾ ഇത് ഒരു നമ്മുടെ ലൈഫിൽ ഒരു ഫെയിലിയർ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്യുന്നത്? എന്തായാലും ഫെയിലിയർ സംഭവം നമ്മുടെ ലൈഫിൽ സംഭവിക്കും. ലേണിംഗ് ഫ്രം മിസ്റ്റേക്സ് എന്നാണ്. അതായത് ഫെയിലിയറിനെ നമ്മളെപ്പോഴും ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട് മാറ്റാൻ പറ്റുന്ന ഒരു മൈൻഡ് സെറ്റിലേക്ക് എത്താണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നീ പറഞ്ഞ പോലെ മൈൻഡ് സെറ്റാണ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ നടക്കില്ല, ഇതങ്ങനെ തന്നെ പോവുള്ളൂ, ഞാൻ തോറ്റ് തീർന്ന് എന്തൊക്കെ വിചാരിക്കാതെ അവിടെ കിടക്കുള്ളൂ. ഒരു എക്സാമ്പിൾ, ഞാനിപ്പോൾ എൻ്റെ ഫസ്റ്റ് യൂട്യൂബ് ചാനൽ ആദ്യ വീഡിയോ, ചിലപ്പോൾ ഈ യൂട്യൂബ് ചാനൽ ഇപ്പം നിലവിൽ ഒരു 50 സബ്സ്ക്രൈബേഴ്സ് ആകിയ ചാനലുള്ളൂ. ഞാൻ വിചാരിക്കാം വീഡിയോ ചാവും, എത്ര കഷ്ടപ്പെട്ടെടുക്കണ വീഡിയോ, എത്ര കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്ത്, ഇത് ഞാനിപ്പോൾ എന്തിനാ പോസ്റ്റ് ചെയ്ത് ചിന്തിച്ചാൽ തീർന്ന പരിപാടി. ഇതാണ്, അത്രേ ഉള്ളൂ. നമ്മളൊക്കെ നാളെ നമുക്ക് എന്തോന്ന് വരാനുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യം ആളുകൾക്ക് ഇഷ്ടപ്പെടും, അല്ലെങ്കിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മളത് മനസ്സിലാക്കി നെക്സ്റ്റ് നമ്മളെ പ്ലാൻ മാറ്റുന്നു. ഇപ്പൊ നമ്മൾ കാണുന്ന അംബാനിന്റെ അച്ഛൻ ധീരുഭായ് അംബാനി ഇതേപോലെ സ്ക്രാച്ച് തുടങ്ങിയതാണ്. നമ്മൾ പറയാറില്ല, അംബാനിക്ക് എന്ത് സുഖം, അച്ഛൻ ഉണ്ടാക്കി വെച്ചില്ല, ആ അച്ഛനോട് തുടങ്ങിയ. അപ്പോൾ ആ ഒരു സ്ക്രാച്ചിൽ തുടങ്ങാനുള്ള മൈൻഡ് സെറ്റാണ് ഇമ്പോർട്ടൻറ്റ്. അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് കേട്ടോ എൻ്റെ ഹസ്ബൻഡ് ശരിക്കും അത്ര ഫിനാൻഷ്യലി ഭയങ്കര അഡ്വാൻസ്ഡ് ഫാമിലി ഒന്നുമല്ല. അപ്പം അങ്ങനെ ആൾ +2 ഒക്കെ കഴിഞ്ഞ സമയത്ത് ഈവൻ ആളോട് റിലേറ്റീവ്സ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്, നിനക്ക് ഉപ്പാനെ സഹായിച്ചാൽ പോരെ? പറഞ്ഞില്ല, എനിക്ക് പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എഡ്യൂക്കേഷൻ ലോൺ എടുത്ത്, സ്വന്തമായിട്ട് എഡ്യൂക്കേഷൻ ലോണൊക്കെ എടുത്ത് പഠിച്ച് കഴിഞ്ഞ് ജോലിയായി, എഡ്യൂക്കേഷൻ ലോൺ അടച്ച് തീർത്ത് ഇപ്പോൾ സ്വന്തമായിട്ടൊരു കമ്പനി ഉണ്ട്. ഹി ഹാസ് 50+ എംപ്ലോയീസ്. ദുബായിൽ ഇവിടെ 8 കമ്പനിയൊക്കെ ഉണ്ട്. അപ്പോൾ ആൾ ഇപ്പോൾ ഒരു സക്സസ്ഫുൾ ഇപ്പോൾ ഗ്രാഫിങ്ങിനെ പോകുന്ന ഒരാളാണ്. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ നോക്കിയിട്ട് പറയും, ശരിക്കും നിങ്ങളെ ഭയങ്കരമായിട്ട് അഡ്മയർ ചെയ്യുന്നുണ്ട്, ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര പ്രൗഡാണെന്ന് പറയും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സ്ക്രാച്ച് എന്നത് തുടങ്ങിയെടുക്കുന്ന ഒരാൾക്കാരെ. കാരണം ആൾക്ക് എന്തില്ല പറഞ്ഞ ഉപ്പാൻ്റെ പൈസയോ അതൊന്നുമില്ല, നേരെ മറിച്ച് ആൾ തുടങ്ങിയത് സ്ക്രാച്ച് എന്നാണ്. അപ്പം എന്നിട്ട് ആൾക്ക് ഇപ്പോൾ ഈ ഒരു നിലയിലെത്താൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആളുടെ ഒരു മൈൻഡ് സെറ്റാണ്. എന്നെ പോലെയല്ല, ഞാൻ ഈവൻ എന്നെ തന്നെ ഞാൻ വിചാരിക്കുന്നത് ഞാൻ ഭയങ്കര ഞാൻ ഇങ്ങനെ വെറുതെ സമയം വേസ്റ്റില്ല. ഈവൻ ഞാനൊരു 2 റീല് കാണുകയാണെങ്കിൽ മൂപ്പർക്ക് ഈ സാധനമേ ഇല്ല. അതായത് ഹീസ് ഓൾവേസ് തിങ്കിങ് ഐ ഷുഡ് മേക്ക് ഹയർ. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റാണ് എല്ലാവരും മുന്നോട്ട് കൊണ്ടുവരണമെന്ന് എനിക്ക് തോന്നുന്നത്. ഇല്ലാത്ത ഒരാൾക്ക് ഇത് ചെയ്യാനേ പറ്റില്ല. ലൈക്ക് ഇപ്പോൾ ഒരാൾ ഇപ്പം നമ്മുടെ കയ്യിൽ പൈസ ഉണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ അച്ഛൻ്റെ അമ്മേൻ്റെ കയ്യിൽ പൈസ ഉണ്ട് അങ്ങനെ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ആൾ പറഞ്ഞ മക്കൾ ഒരിക്കലും എന്തെങ്കിലും കാര്യത്തിന് സ്വന്തമായിട്ട് മുന്നിട്ടിറങ്ങാനോ പണിയെടുക്കാനോ ഒന്നും ഒരു റെഡി ആയിരിക്കും. ഈ മുന്നിട്ടിറങ്ങാനുള്ള ഒരു പേടിയുണ്ടല്ലോ, ഒരു ഫിയർ, നമുക്ക് എങ്ങനെ ഒഴിവാക്കാൻ കഴിയും? മുന്നിട്ടിറങ്ങാനുള്ള പേടി, അതിന് നമ്മൾ ഫെയിലിയറിനെ ഇഷ്ടപ്പെടണം എന്ന് പറയും. അതായത് ഫെയിലിയറിനെ, തോൽവീനെ പേടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കത് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു തോട്ടേ വരില്ല. അപ്പം ഇത് എന്തെങ്കിലും ആവട്ടെ, സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ കേട്ടിട്ടുണ്ട്, യു ഡോണ്ട് നീഡ് ടു ബി ഗ്രേറ്റ് ടു സ്റ്റാർട്ട് ബട്ട് യു ഹാവ് ടു സ്റ്റാർട്ട് ഗ്രേറ്റ് എന്നാണ്. അത് നിങ്ങൾ ഭയങ്കര സംഭവമായിക്കോണമെന്നില്ല എന്തെങ്കിലും തുടങ്ങാൻ, നമ്മൾ തുടങ്ങാൻ തന്നെ. തുടങ്ങി കഴിഞ്ഞാലേ മനസ്സിലാവുള്ളത് എന്താ സംഭവിക്കുന്നത്, മനസ്സിലാവുള്ളൂ. അത് തുടങ്ങണ്ടേ, ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. അത് നമ്മൾ ആരെടുത്ത് നോക്കി കഴിഞ്ഞാലും ഇപ്പം ഇൻഫ്ലുവൻസേഴ്സ് അത്യാവശ്യം നല്ല പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ വലിയ വലിയ സക്സസ്ഫുൾ ബിസിനസ് മാൻ, ഇവരൊക്കെ നല്ല പൈസ ഉണ്ടാക്കുന്നത്. ഇവരൊക്കെ ഇനീഷ്യൽ കാലഘട്ടത്തിൽ ഇവരാരും നേരെ പോയിട്ട് കോടികൾ സമ്പാദിച്ച ആൾക്കാരല്ല, അവരൊക്കെ ഫെയിലിയേഴ്സ് എന്ന് പഠിച്ച ആൾക്കാരാണ്. അപ്പം നമ്മൾ ഇതേപോലത്തെ ആൾക്കാരുടെ സ്റ്റോറീസ് കേൾക്കുക, അതിൽ നിന്ന് നമുക്ക് കുറേ ഇൻസൈറ്റ്സ് കിട്ടും. അത് വെച്ചിട്ട് നമ്മളുടെ മനസ്സിലൊരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യാൻ പഠിക്കാം. അല്ലാണ്ട് വെറുതെ ഇപ്പം ഈവൻ
ഞാൻ തന്നെ എനിക്ക് തോന്നുന്നു ഏതൊക്കെ പ്രോഗ്രാമിൽ ചോദിക്കുന്ന സമയത്ത് ഞാൻ ചോദിക്കും നിങ്ങൾക്കാർക്കും ബിസിനസ് ചെയ്യണം. അപ്പോൾ വലിയ കാര്യത്തിൽ ഒരു 10-15 ആൾക്കാർ കൈ വെക്കോട്ടോ. അപ്പം ഞാൻ ചോദിക്കും ഒരു ബിസിനസ് ഐഡിയ പറഞ്ഞു തരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും ഓർക്കാണ്ടാവില്ല. അതായത് ആൾക്കാർ അറിയൊന്നുമില്ല ഒരു എന്നാ പിന്നെ ഒരു ബിസിനസ് ഒരു ട്രെൻഡ് അല്ലേ, എല്ലാവർക്കും അതാവണം ഇതാവണം, അല്ലെങ്കിൽ ബേസിക്കലി ആളുകൾ മെഷർ ചെയ്യുക എനിക്ക് ഇത്ര ലക്ഷപ്രഭു ആവണം, കോടീശ്വരനാണോ, ഹൗ എങ്ങനെ അറിയില്ല. എനിക്ക് അതാവണം ഇതാവണം. പക്ഷെ അവൻ അറിയാത്ത അതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല, അതിനെ കുറിച്ച് റിസർച്ച് ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ പറയും അതായത് പഠിച്ചിട്ട് കാര്യമില്ല, പിന്നെ ലേണിംഗ് സിംപ്ലി എഡ്യൂക്കേഷൻ വെറുതെയാണ്. നമ്മൾ ഈ പഠന കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കാര്യം കിട്ടുകയാണെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ റിസർച്ച് ചെയ്യുന്നു, പഠിക്കുന്നു. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് ഇല്ലാത്ത ഒരാൾക്ക് ഒരിക്കലും ഈ സാധനം വെക്കും. അപ്പോൾ എന്താണ് ഐദയുടെ പെർസ്പെക്റ്റീവ്, വാട്ട് ഈസ് സക്സസ്? സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാർക്ക് പല രീതിയിലാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഇപ്പം എൻ്റെ കേസിൽ ഞാൻ ഒരിക്കലും സക്സസ്ഫുൾ ആയിട്ടില്ല. ഇപ്പം എനിക്ക് അത്യാവശ്യം നല്ല സാലറി ഉണ്ട്, അത് എൻ്റെ ലൈഫ് സ്റ്റൈൽ അത്യാവശ്യം ഭയങ്കര അടിപൊളിയാണ്. പക്ഷേ എൻ്റെ കേസിൽ ഞാൻ സക്സസ്ഫുൾ ആണെന്ന് ഞാൻ പറയണമെങ്കിൽ ഞാൻ ഓടിക്കുന്നത് ഒരു പോർഷയോ അല്ലെങ്കിൽ എന്താ പറയുക ലംബോർഗിനി, ഒരു ബുഗാട്ടിയൊക്കെ എടുക്കണം. അപ്പോൾ അത് ഓരോരുത്തർ ഡിഫൈൻ ചെയ്യുന്ന രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. അതിലൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് എൻ്റെ താഴത്തെ ആൾക്കാർ വന്നിട്ട് പറയും എന്തിനാ ഇപ്പോൾ പൈസ ഒക്കെ ഉണ്ടാക്കിയിട്ട്, സമാധാനമാണ് വലുത്, ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതി. ഈ പറയുന്ന ആൾക്കാർ ഇപ്പോൾ ബൈക്കിൽ പോകും, ഇപ്പോൾ ഒരു ബൈക്ക് മാത്രമുള്ള ഒരാളാണെന്ന് വിചാരിക്കാം, ആൾ തൊട്ടപ്പുറത്ത് ഒരാൾ ബെൻസിലോ BMW പോകണം കാണുന്ന സമയത്ത് ആള് വെറുതെ ഹായ് നല്ല വണ്ടി ഓക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കൂലല്ലോ. ഞാനാണെങ്കിൽ എന്താ വിചാരിക്കുക, ഉഫ് എനിക്കും എടുക്കണം ഈ സാധനം. ഈ ഒരു തോട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമാധാനമല്ല വലുത്. ഇവർക്ക് വേണം, ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ ഇവരുടെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എന്തായാലും എനിക്കിത് ചെയ്യാൻ പറ്റൂല, എന്നാ പിന്നെ ഞാൻ ഇങ്ങനെ പറയാം, ഒരു എക്സ്ക്യൂസ് പോലെയാണ്. അതായത് ഞങ്ങൾക്ക് ഉള്ളതൊക്കെ മതി, സമാധാനം സന്തോഷമല്ലേ ജീവിതത്തിൽ. അതായത് പല ആൾക്കാർ പറയുന്നൊരു സാധനമാണ് മണി ഡസൻ ബ്രിങ് ഹാപ്പിനെസ്. വെറുതെ ആണത്, വളരെ ഫേക്ക് ആയൊരു സാധനം. നമ്മൾ സ്മാർട്ട് വർക്ക് ബെറ്റർ ദാൻ ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞ കാര്യം. പൈസ ഹാപ്പിനെസ് കൊണ്ടുവരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് അട്ടർലി വേസ്റ്റ്. ആലോചിച്ച് നോക്കുക, നമ്മളുടെ മക്കള് ഇപ്പോൾ തൊട്ടപ്പുറത്തെ ആൾക്ക് വലിയൊരു അപ്പുറത്തെ വീട്ടിലൊരു കുട്ടിക്ക് നല്ലൊരു സൈക്കിൾ വാങ്ങിച്ചു, നമുക്ക് നമ്മളുടെ കുട്ടിക്ക് സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കാൻ പൈസ ഇല്ല. ഓഫ്കോഴ്സ് ആ സൈക്കിൾ നമ്മളെ കുട്ടിക്ക് വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ വി വിൽ ബി ഹാപ്പി, കുട്ടി വിൽ ബി ഹാപ്പി. അപ്പോൾ അവിടെ ഹാപ്പിനെസ് ഇല്ല. ഇത് പൈസ മാത്രം ഹാപ്പിനെസ് കൊണ്ടുവരുന്നുള്ള ഒരു ഫാക്ടർ മാത്രമേ ഒഴിവാക്കാനുള്ളൂ. നേരെ മറിച്ച് മണി ക്യാൻ ബ്രിങ് ഹാപ്പിനെസ്. അത് മണി ഉണ്ടായി നോക്കി കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. എക്സാക്ട്ലി. സോ നമ്മൾ ഒരുപാട് പെർസ്പെക്റ്റീവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തു അല്ലേ? യെസ്. സോ നമ്മളെ പോഡ്കാസ്റ്റ് എനിക്കൊന്നും സമയമൊന്നും ഞാൻ നോക്കുന്നില്ല, നമ്മൾ രണ്ടുപേരും നോക്കില്ല. നമ്മുടെ ചില പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ ഇതാണ് മെയിൻലി വാട്ട് ഐ മീൻ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ കേൾവിക്കാരായി അല്ലെങ്കിൽ നമ്മുടെ ഈ സംസാരത്തിൽ ചിലപ്പോൾ പല തോട്ട് ചേഞ്ചുകൾ സംഭവിച്ചേക്കാം. ചിലപ്പോൾ നിങ്ങൾ തോന്നാം ഈ പറഞ്ഞ കാര്യത്തിൽ എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ട്, നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാം. ആൻഡ് നിങ്ങൾക്ക് തോന്നാണ് യെസ് ഇത് പോസിറ്റീവാണ്, നിങ്ങൾ ജസ്റ്റ് അതൊന്ന് കോട്ടെ നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം. അതൊരു ഡിസ്കഷനാണ്. ഞാൻ എപ്പോഴും ആഗ്രഹിക്കും നമുക്ക് എന്തൊരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ ഡിസ്കഷൻ. ഓഫ് കോഴ്സ്. അതായത് ഇതിലൊരു കാര്യമുണ്ട് കേട്ടോ. ഇപ്പം നിങ്ങൾ കുറേ ആൾക്കാർ തന്നെ ചിലപ്പോൾ ഞാൻ പറഞ്ഞ കുറേ കാര്യത്തിന് എൻ്റെ പൊങ്കാലിടാൻ വന്നേക്കാം. ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, അത് എൻ്റെ മാത്രം പെർസ്പെക്റ്റീവ്സും എൻ്റെ മാത്രം പോളിസീസുമാണ്. അത് നിങ്ങളെല്ലാവരും ഇത് ഫോളോ ചെയ്യണമെന്നോ അല്ലെങ്കിൽ നിങ്ങൾ ഇതനുസരിച്ച് ജീവിക്കണമെന്നോ എനിക്ക് ഒരു നിർബന്ധം ഇല്ലാത്ത കാര്യമാണ്. പക്ഷേ അൾട്ടിമേറ്റ്ലി നമുക്ക് നമ്മളുടെ പ്രിൻസിപ്പിൾസും കാര്യങ്ങളൊക്കെ ട്രൂ ആണ്, നമുക്കത് ട്രൂ ആയിട്ട് ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വി ആർ റൈറ്റ്. സോ ബേസിക്കലി നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യം സക്സസ് അല്ലെങ്കിൽ ഫെയിലർ, ഈ രണ്ട് കാര്യം ഒരു നാണയത്തിന്റെ ഇരുവശമാണ് ഈ രണ്ട് സാധനങ്ങളും. അപ്പം നമ്മുടെ മൈൻഡ് സെറ്റാണ് നമുക്കിത് അല്ലെങ്കിൽ ഏത് ഡയറക്ഷനിലാണ് നമ്മുടെ ലൈഫ് പോകേണ്ടത് തീരുമാനിക്കുന്ന നമ്മുടെ ഡയറക്ഷൻസ്. ഇവിടെ ഇതാ പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ ഇപ്പോഴും കോട്ട് ചെയ്ത് പറഞ്ഞൊരു കാര്യം, ഇപ്പം ഒരു BMW കാറ് കാണുമ്പോൾ എനിക്കത് വാങ്ങണം, നമ്മുടെ ആഗ്രഹമാണ്. ആൾക്കാർക്ക് ആ തോട്ട് ഉണ്ടാവും. ആ കാർ ആ വളവ് കഴിഞ്ഞ് പോകുമ്പോൾ ഓരോ തോട്ട് കഴിഞ്ഞു. പക്ഷെ ഇത് നിലനിൽക്കാതെ നമ്മളെ ആഗ്രഹങ്ങളോ നമ്മുടെ വിശ്വാസം അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു മൈൻഡ് സെറ്റിൽ ഇട്ടുകൊണ്ട് നമ്മൾ അറ്റ് ദ എൻഡ് വരെ നമ്മൾ കൊണ്ടുപോകുമ്പോഴാണ് ഇത് റിസൾട്ട് ഉണ്ടാവും. സോ ഞാനപ്പോൾ പറയുന്ന ഒരു കാര്യം, അടുത്ത നമ്മുടെ പോഡ്കാസ്റ്റിൽ ഇത് വരുമ്പോൾ BMW കാറിൽ വരട്ടെ. സോ താങ്ക് യു. നമ്മളെ ഫസ്റ്റ് എപ്പിസോഡിൽ വന്നു. നമുക്ക് ഇതിനുവേണ്ടി ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. ആൻഡ് അതർ ദാൻ വേറെ ഒരുപാട് കണ്ടന്റ് ഈ ഒരു ചാനൽ നിങ്ങൾ എത്തുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണാൻ എന്ത് ചെയ്യാം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ തോട്ട്സ്. കാരണം നമ്മളിവിടെ ഷെയർ ചെയ്യുന്ന നമ്മുടെ തോട്ട്സാണ്. ഇതൊക്കെ നമ്മൾ ശരിയെന്ന് ഒരിക്കലും നമ്മൾ എവിടെയും പറയുന്നില്ല. പെർസ്പെക്റ്റീവുകളാണ്, നമ്മുടെ വീക്ഷണങ്ങളാണ്. എൻ്റെ വീക്ഷണമല്ല, ഐതരല്ല നിങ്ങളത്, എൻ്റയർലി ഡിഫറെൻറ്റാണ്. പക്ഷെ നമ്മൾ ഇതൊക്കെ ഒരു പ്ലാറ്റ്ഫോമിൽ ഡിസ്കസ് ചെയ്യപ്പെടുമ്പോൾ നമ്മൾ എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന ചില ഐഡിയകൾ അവിടെ നിന്ന് ഉരുത്തിരിഞ്ഞ് വരിക. അതായിരിക്കും ചിലപ്പോൾ ചിലപ്പോൾ നല്ലതായിരിക്കും, നല്ല നമുക്ക് ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. ജസ്റ്റ് അവോയ്ഡ് ഇറ്റ്. ഓക്കെ, ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്യുക. അതെ. അപ്പൊ ആ രീതിയിൽ പോസിറ്റീവ്സിനെ എത്രത്തോളം നമ്മൾ കണ്ടെത്തി നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് എത്രത്തോളം നമുക്ക് ഒരു സക്സസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിനൊരു എന്താ പറയാ ഒരു വിഷൻ ഉണ്ടായിരിക്കും, ഒരു കളർ ഉണ്ടായിരിക്കും അല്ലേ? അത് ഒരു ഗോൾ ഇല്ലാത്ത ഒരാൾക്ക് ഓൾ ദിസ് ഇസ് ലൈക്ക് ഒരു കോമഡി പോലെ തോന്നും. നേരെ മറിച്ച് ലൈഫിൽ ഒരു ഭയങ്കര വലിയ ഗോൾ ഉണ്ട്, കുറെ ആഗ്രഹങ്ങളുണ്ട്, കുറെ സ്വപ്നങ്ങളുള്ള ഒരാൾക്ക് ചിലപ്പം ഇതുപോലത്തെ വീഡിയോസ് ഇപ്പൊ ഈവൻ എനിക്ക് തോന്നുന്നില്ല ലൈക്ക് വെറും എന്റർടൈൻമെന്റിന് മാത്രം വേണ്ടി നിൽക്കുന്ന ഒരു വളരെ പ്രൊഡക്റ്റീവായി ഇതിനെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് മാത്രം.
സോ എനിവേ താങ്ക് യു സോ മച്ച് വാച്ചിങ് നിഹാൽ പെർസ്പെക്റ്റീവ്. നിങ്ങളുടെ പെർസ്പെക്റ്റീവ് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ആൻഡ് ഇത്തരം ഇനി അടുത്ത ഒരുപാട് ആളുകൾ എന്ത് ചെയ്യും, ഇവിടെ വരുമെന്ന് വിചാരിക്കുക. ഇതൊരു തുടക്കം, ഐദ റൈസലിനെ വെച്ചുള്ള തുടക്കം നല്ലൊരു തുടക്കമായി മാറട്ടെ. സോ താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്.